गजाननहर्निशम् अनेकदन्तं भक्तानाम् एकदन्तमुपास्महे। श्रीमहागणपतये नमः। गुरवे सर्वलोकानां विशदे भवरोगिणां निधये सर्वविद्यानां श्रीदक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। श्रीमहासरस्वत्यै नमः। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पादालयेशमनिशं प्रतिभावयामि। करचरणकदं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा वराहं विदितम् अविदितं वा സർവമേതക്ഷമസ്വ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭക്തിയെ കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. നാരായണത്തിൽ പറഞ്ഞു, ശ്രീകൃഷ്ണത്വോപാസനമഭയമകം അഭയതമം ബദ്ധമിത്യർത്ഥബുദ്ധേഃ മർത്യസ്യ മന്യേ ജപസരതി ഭയം യേന സർവാത്മനൈവ യത്താവത്ത്വപ്രണീതാനി ഭവജനവിധീം ആസ്തിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷഃ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. ഭഗവാനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഓടി അതിൽ ഇടങ്ങി വീഴില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആ ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ധാവന്നവി ആവൃതാക്ഷ, കണ്ണടച്ചിട്ട് ഓടിയാലും നസ്ഖലതി കുഹചിത്, ഒരിടത്തും നമ്മൾ കാലിടറി വീഴില്ല. കാലിടറി വീഴാതെ ഭഗവാൻ ഭക്തനെ സംരക്ഷിക്കുന്നു. ഇതാണ് നമുക്ക് പറയുന്ന സന്ദേശം. അപ്പൊ അതിന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ പറയണം. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ഭക്തി ശാസ്ത്രമാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ, ധർമ്മശാസ്ത്രവുമാണല്ലോ. ധർമ്മം പറഞ്ഞുകൊണ്ട് തന്നെ ഭക്തിയിലേക്ക് ഊന്നുന്നതാണ് നമ്മളുടെ എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും. ഭക്തിയിലൂടെ എന്തു ഗുണം എന്നുള്ളതാണ്. ഭക്തിയിലൂടെ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, മനുഷ്യ മനസ്സ് ചിന്തകളുടെ കൂടാരമാണ്. ചിന്തകളിലും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിന്തകളെ കൊണ്ട് മൂടിയിരിക്കുന്നതായ മനസ്സിനെ ഭക്തിയിലൂടെ എന്തു വേണം? അന്തരാത്മാവിൽ വിനയം പ്രാപിപ്പിക്കാൻ സാധിക്കണം. അന്തരാത്മാവിലേക്ക് കൊണ്ടെത്തണം നമ്മളുടെ ചിന്തകൾ. നമുക്ക് ആ ചിന്തകൾ എത്തിപ്പിക്കാൻ തോന്നില്ല. ഓരോ ചിന്തകളും നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ചായിരിക്കും ചിന്ത, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്ത. ഈ ചിന്തകൾ അന്തരാത്മാവിലേക്ക് നയിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ പോലെ ഭാഗ്യവാന്മാരാരുണ്ട്? ആ അന്തരാത്മാവിലേക്ക് നയിക്കാനായിട്ട് സാധിക്കണം. ഇതാണ് പുരാണങ്ങളുടെയും ഭാഗവതത്തിൻ്റെയും ഒക്കെ ഉദ്ദേശം. വെറുതെ ഒന്ന് എഴുതി വെച്ചതല്ല ഒന്നും. എന്ത് പറയുന്നു എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്തിനാണ് പറയുന്നത് എന്നതിനാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. ഈ ഭക്തി എന്നുള്ളത് അന്തർമജ്ജനത്തിൻ്റെ ഒരു വഴി. അന്തർമജ്ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ്. ഈ പുറത്തുള്ള വസ്തുക്കളെ കണ്ടുകൊണ്ട് അതുപോലെ ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു അന്തരാത്മാവുണ്ട്. ആ അന്തരാത്മാവിലേക്ക് തിരിയണം. അന്തർമജ്ജനം, ഉള്ളിലേക്ക് നമ്മൾ മുങ്ങണം. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ മുങ്ങിക്കഴിഞ്ഞാൽ ആ ഭക്തിയാണ് അതിനുള്ള വഴി. എങ്ങനെയാ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുക? ഭക്തി കൊണ്ട്. ഭക്തിയാ കേവലയാ ഭക്തിയാ എന്ന് പറയുന്നത്. ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കൂ. ഈശ്വരനെ ആശ്രയിക്കുക എന്ന് വരുമ്പോഴാണ് നമുക്കൊരാശ്രയം. വേറെ ഏത് ആശ്രയം നമ്മളെ വിട്ടുപോകും? ആരും ശാശ്വതമല്ല. അപ്പൊ ശാശ്വതമായ വസ്തുവിനെ വേണ്ടി നമ്മൾ മുറുകെ പിടിക്കാൻ. അല്ലെങ്കിൽ നമ്മളെ പോലെ ആരെങ്കിലും ആശ്രയിച്ചാൽ നമ്മളെന്താ പറയാം, നമ്മൾ
ഉള്ളത് വരെ, ഞാനുള്ളത് വരെ നോക്കാം, ഇതല്ലേ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നുമുള്ളൊരു വസ്തുവിനെ നമ്മൾ ഇറുക്കെ പിടിച്ചാലോ, എന്നും നമ്മളെ കാത്തു രക്ഷിച്ചോളും. ആ ആശ്രയം എന്നുള്ളതായ ഒരു തത്വമുണ്ടല്ലോ, അത് ഈശ്വരാശ്രയമായിട്ട് മാറും. ആ ഈശ്വരനിലേക്ക് ആശ്രയിക്കുന്നതാണ് കാര്യം. ഈശ്വരനെ എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചാൽ ഭക്തിയാകുന്ന ചരട് കൊണ്ട് ഭഗവാനെ കെട്ടിപ്പൊക്കി നമ്മളുടെ ഹൃദയത്തിൽ ഇരുത്താമെന്ന്. ഹൃദയം എന്ന് പറഞ്ഞ വാക്കിനല്ല, ഹൃദി അയം ഹൃദയം. ഹൃദയത്തിൽ ആ ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഹൃദയം എന്ന പേര് വന്നത്. അപ്പൊ ഹൃദയത്തിലേക്ക് ഭക്തിയുള്ള ഹൃദയത്തിലേക്ക് ഭഗവാനെ കുടിയിരുത്തണമെങ്കിൽ ഭക്തി എന്നുള്ള സൂത്രബദ്ധ, ഭക്തി എന്നുള്ളതായ ചരട് കൊണ്ട് വേണം കെട്ടിപ്പൊക്കാൻ. ഈ ദൃശ്യലോകമുണ്ടല്ലോ, നമുക്ക് എന്തൊക്കെയോ കാഴ്ചവെക്കുന്നു. അങ്ങനെയുള്ളതായ ഈ ദൃശ്യലോകം മുഴുവൻ അദൃശ്യമായ പരബ്രഹ്മത്തിന്റെ ഒരു ചെറിയൊരു സ്ഫുരണം മാത്രമാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ കാണുന്ന പ്രപഞ്ചം ഈശ്വരന്റെ പ്രതിബിംബമാണ്. ഈശ്വരൻ തന്നെ ലോകമായി, ഈ പ്രപഞ്ചമായി പരിണമിച്ചതാണ് എന്നുള്ളതാണ് ശരിയായ തത്വം. അങ്ങനെയുള്ളതായ പരബ്രഹ്മത്തിന്റെ സ്ഫുരണമാണ്. അദൃശ്യമായ വസ്തുവിനെ ചിലപ്പോൾ ദൃശ്യമാകാൻ സാധിക്കും, അല്ലെ? അദൃശ്യമായത് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാം. ദൃശ്യമായതിനെ തുടച്ചു മാറ്റാനും ഈ അദൃശ്യത്തിന് സാധിക്കും. ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. ആ ചിത്രത്തിന്റെ പിന്നിൽ ചിത്രകാരന്റെ കരവിരുതാണ്. അതിലെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ, ഏതെങ്കിലും ആശയത്തെ ഒന്നുകൂടി പ്രതിബിംബിപ്പിക്കണമെങ്കിൽ ആ ചിത്രകാരനത് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ദൃശ്യപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ അദൃശ്യ ശക്തിക്ക് ദൃശ്യപ്രപഞ്ചത്തിൽ പ്രകടമാകാനും ദൃശ്യപ്രപഞ്ചത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാനും സാധിക്കും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വ്യക്തികളെ, അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ മറ്റും കുറെ വ്യക്തികളെ നിരത്തിയത്. ഭാഗവതത്തിൽ മാത്രമല്ല, എല്ലായിടത്തും കുറെ വ്യക്തികളെ നിരത്തിക്കൊണ്ട് നമുക്ക് ഭക്തിയുടെ മഹത്വം പറഞ്ഞു തരികയാണ്. ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗവതത്തിലെ ദിവി എന്നുള്ളതായ ഒരു കഥാപാത്രം ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയൊക്കെ അമ്മയാണ്. ആ ദിവി എന്നൊരു കഥാപാത്രം. ആ അതിഥിയാണെങ്കിലോ ദേവമാതാവാണ്. കശ്യപനാണ് ഇവർക്ക് രണ്ടുപേർക്കും ഭർത്താവ്. ഇതാണ് പ്രത്യേകത. അതിഥി കശ്യപന്മാരെ മുന്നിൽ നിർത്തി. പിന്നീട് ദേവഭൂതിയെ കർത്തവനെ നമ്മുടെ മുമ്പിൽ നിർത്തി. അവരെങ്ങനെ? ഭവാനീവ ഭവം പ്രഭും. ഭവാനി എപ്രകാരമാണോ പരമശിവനെ പരിചരിച്ചത് അതുപോലെ പരിചരിച്ചു ദേവഭൂതി എന്നാണ് പറഞ്ഞത്. എന്താ ഭവനും ഭവാനിക്ക് പ്രത്യേകത? നമ്മളെ ഈ മമ്മിയുടപ്പന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് നമ്മൾ സ്മരിക്കണ്ടേ? ദാമ്പത്യത്തിന് വേണ്ടി ഉമാമഹേശ്വരനെ പൂജിക്കണമെന്ന്. എന്താണ് ഇത്ര പ്രത്യേകത? അന്നത്തെ കാലത്ത് തന്നെ സ്ത്രീക്ക് തുല്യ പങ്കുണ്ട്. തൻ്റെ ഗൃഹം ഗൃഹിണിയാവണമെങ്കിൽ അത് സ്ത്രീ ഒപ്പം വേണമെന്ന് കാണിച്ചു തന്ന മഹാവൈഭവമാണ് ആ മഹാദേവൻ. ആ മഹാദേവനെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ദാമ്പത്യത്തിന് വേണ്ടി ഭഗവാനെ തന്നെ ആരാധിക്കുന്നത്. അപ്പം ദേവഭൂതിയും കർത്തവന്റെയും കാര്യം പറഞ്ഞു. ഇനി പൃഥു അക്ഷിസ് എന്ന രണ്ട് ദമ്പതിമാരെ നമ്മുടെ മുമ്പിൽ നിർത്തി. ഉത്താനവാദന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു. സുനീതിയെയും സുരുചിയെയും ഉത്താനവാദനെയും നമ്മുടെ മുമ്പിൽ നിർത്തി. പിന്നീടാണ് ഋഷഭയോഗീശ്വരൻ തൻ്റെ മക്കൾക്ക് ഉപദേശിച്ചതായ ഉപദേശം പറഞ്ഞു തോന്നുന്നു. അങ്ങനെ ഋഷഭയോഗീശ്വരനെയും മക്കളെയും നമ്മളുടെ മുമ്പിൽ നിർത്തി. ഹിരണ്യാക്ഷനെ നിർത്തിയില്ലേ? ഹിരണ്യകശിപുവിനെ നിർത്തിയില്ലേ? പ്രഹ്ലാദനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നില്ലേ? വേനൻ എന്നൊരു ദുഷ്ടനായ രാജാവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നില്ലേ? ചുരുക്കത്തില് പലതരക്കാരുടെ ചരിത്രങ്ങളെ കൊണ്ട് ഭാഗവതം സമ്പുഷ്ടമാക്കി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ആരെ പോലെയാണ് തീരണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളാം. ആരെ പോലെ ആകണമെന്ന് നമുക്കാണ് ചോയ്സ് കിട്ടുന്നത്. വാസ്തവത്തില് കഥകൾ കേൾക്കുമ്പോൾ ശ്രവണപഥത്തിലൂടെ ആ കഥകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അരിച്ചരച്ച് ഇറങ്ങിയ കഥകളെ കൊണ്ട് നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകണം, പരിവർത്തനമുണ്ടാകണമെന്ന്. കൂടുതൽ സോപ്പ് കൊണ്ട് തേച്ച് കുളിക്കുമ്പോൾ
എങ്ങനെ അഴുക്കില്ലാതായി തീരുമോ അതുപോലെ കഥാശ്രവണം കൊണ്ട് നമ്മളുടെ മനസ്സിൽ മൂടിക്കൊണ്ടിരിക്കുന്ന മനോമാലിന്യങ്ങൾ തുടച്ചു മാറ്റണം. മനസ്സിനെ കണ്ണാടി എന്നാണ് പറയുന്നത്. ആ കണ്ണാടിയിലെ ഉള്ളിലുള്ള അന്തര്യാമി പ്രതിബിംബിക്കണം. അതിനെ സാധിക്കാൻ ഭക്തി ഒന്ന് മാത്രമേ മാർഗമുള്ളൂ. അപ്പൊ പറയാണ്, വൈകുണ്ഠ നാഥനെ പ്രായോഗികമാക്കാൻ നമ്മൾ എന്ത് വേണം? ഭഗവാനെ തന്നെ, ശ്രീകൃഷ്ണനെ തന്നെ ആശ്രയിക്കണമെന്നാണ്. എന്താ ശ്രീകൃഷ്ണന്റെ പ്രത്യേകത? സാധാരണ പണ്ഡിതന്മാർ പറയും, വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമവ്യയം ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനി ശബ്ദതേ. എല്ലാം ഒന്ന് തന്നെ. ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലും മഹാദേവൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ തത്വമാണ്. തത്വം യത് ജ്ഞാനം അവ്യയം നവ, നശിക്കാത്ത ജ്ഞാനമാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. ജ്ഞാനമാണ് ബ്രഹ്മം. അതുപോലെ ആത്മാ എന്ന് പറയുന്നത് അയമാത്മാ, ഇത് തന്നെയാണ് ആത്മാ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ വരണം. ആ ജ്ഞാനാവബോധം ഉണ്ടാകാൻ ഭഗവാനെ പ്രാർത്ഥിക്കണം. ആത്മശ്രേയസിനെ ഉണ്ടാക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചു. ശ്രേയസിന്റെ എല്ലാവർക്കും, പക്ഷെ ആത്മശ്രേയസ് ഈ താവദേവ വിദുഷ കാര്യപ്രയത്നോ മഹാൻ എന്ന് പറഞ്ഞു തന്നു. ആത്മശ്രേയസിന് വഴി കാണണം. എപ്പോ? യാവച്ച ഇന്ദ്രിയ ശക്തി അപ്രതിഹത എന്ന് പറഞ്ഞു തന്നു. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറയുന്നതിന് മുമ്പ് ആത്മശ്രേയസിനുള്ള വഴി തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഈ ആത്മശ്രേയസ് എന്താണ്? അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കടയിൽ പ്രായം വാങ്ങിക്കാൻ കിട്ടുമോ? അരിയും പഞ്ചസാരയും പോലെ കിട്ടുമോ? കിട്ടില്ല. ഭക്തിയ ആത്മശ്രേയ ഭവതി. ഭക്തി കൊണ്ട് നമുക്ക് ആത്മശ്രേയസിനെ നേടിയെടുക്കാം. ആത്മശ്രേയസിന്റെ ഗുണം ഇഹലോകത്തിലും സമാധാനമുണ്ട്, പരലോകത്തിൽ ചെന്നാലും സമാധാനമുണ്ട്. അതാണ് ശ്രേയസ്. ആ ശ്രേയസിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. പല മാർഗങ്ങൾ പറഞ്ഞു തന്നുണ്ട് കേട്ടോ. അതായത് ഓരോരുത്തരും ഓരോന്നാണ്. നൈയായികന്മാർ ഒരു തരം പറയും, ശൈവന്മാർ ശിവനാണ് പ്രധാനം എന്ന് പറയും, വൈഷ്ണവന്മാർ വിഷ്ണുവാണ് പ്രധാനം എന്ന് പറയും, ശാക്തന്മാർ ദേവി ശക്തിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയും. എന്ത് വേണേലും പറഞ്ഞോട്ടെ, ലക്ഷ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർവമീമാംസ അനുസരിക്കുന്നവർ കാമം, ആഗ്രഹമാണ് പ്രധാനം. ആഗ്രഹമില്ലെങ്കിൽ എന്ത് ജീവിതം? ആഗ്രഹമാണ് നമ്മളെ നയിക്കുന്നത്. ആശാ നാമ മഹാനദി എന്ന് പറഞ്ഞു. ആശയാണ് ഒരു മഹാനദി. ആ മഹാനദിയിലൂടെ ഒഴുകിയാലേ നമ്മൾ സാഗരത്തിലെത്തുള്ളൂ എന്നാണ്. അപ്പൊ ആശിക്കലാണ് പ്രധാനമെന്ന് ചില ആൾക്കാരുടെ അഭിപ്രായം. ചിലർ പറയുന്നു ക്ഷമദമാദികളാണ് ഏറ്റവും പ്രധാനമെന്ന് യോഗാഭ്യാസക്കാർ പറയും. നമുക്ക് പറ്റാത്ത കാര്യമാണ്. ക്ഷമവും ദമവും ഇന്ദ്രിയങ്ങളെ മനസ്സിനെ കടക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങളെ പിന്നെ കണ്ണും കാതും കെട്ടി കാതിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് പറ്റും. മനസ്സിനെ അടക്കാൻ ആർക്കാൻ സാധിക്കും. പക്ഷേ സമതമാദികൾ കൊണ്ട് ഭഗവത് പ്രാപ്തി ഉണ്ടാകുമെന്ന് യോഗിവര്യന്മാർ പറഞ്ഞു തരുന്നു. ദണ്ഡനീതിന്മാർ പറയും ഈശ്വരത്വമാണ് പ്രധാനം. മറ്റുള്ളവരെ വരുതിയിൽ വെക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ആ ദണ്ഡനീതിക്കാർക്ക് അതാണ് ശരി എന്ന് തോന്നും. ത്യാഗികൾ പറയും തേന തെക്തേന പുഞ്ചീത, കിട്ടിയതിനെ ത്യാഗം ചെയ്യുക, ത്യാഗമെന്നതേ നേട്ടം എന്ന് അവർ പറഞ്ഞു തോന്നും. ത്യാഗത്തിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടും എന്ന്. അങ്ങനെ ദേവന്റെ കഥയും മറ്റും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാസ്തികർ പറയും അയ്യേ അതൊന്നും പാടില്ല, ഉള്ള വിവിധത്തില് സൗഖ്യമായിട്ടിരിക്കണം. എന്താണ് അവരുടെ സൗഖ്യം? ഋണം കൃത്വാവി ഘൃതം ഭക്ഷയേ ഇടുക, കടം വാങ്ങിച്ചായ നെയ്ച്ചോറുമാണ്. ഇത് അവരുടെ ഒരു പ്ലാനിങ് ആണ്. സുഖമായിട്ട് ജീവിച്ചു എന്ന് പറയുന്ന ആൾക്കാർ എന്തിനാ ഇത്? ജീവിച്ചു എന്ന് പറഞ്ഞാൽ ജീവിച്ച പോലെ ഇരിക്കണം. അതാണ് പറഞ്ഞത്. കടം വന്നാലും വിരോധമില്ല, നെയ്ച്ചോറിട്ടിരിക്കണം എന്ന് പറയുന്ന കുറേ നാസ്തികന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ചുരുക്കത്തില് ജീവിത പ്രയോജനത്തെ ഗണിക്കുന്നത് ചിലവർ കർമ്മയോഗത്തിലാണെന്ന് പറയുന്നത്. നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കർമ്മയോഗം കൊണ്ട് ജീവിതത്തിൽ സഫലരാകാം. അങ്ങനെ കുറേ കർമ്മയോഗികളുടെ. മഹാത്മാഗാന്ധി കർമ്മയോഗിയാണ്. കർമ്മയോഗം കൊണ്ട് സന്തോഷം പറഞ്ഞവരുണ്ട്. മറ്റുള്ളവര് യാഗം, ദാനം, തപസ്, വ്രതം, യമനിയമങ്ങൾ എന്നിവയാണ് ശ്രേയസ്കരം എന്ന് പറയുന്ന ജ്ഞാനയോഗത്തിനെ കൂട്ടുപിടിക്കുന്നവരാണ് ചിലർ.
വേദത്തിൽ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കർമ്മയോഗം. ആ കർമ്മയോഗം അനുസരിച്ച് നിനക്ക് പുത്രനെ വേണോ, തപസ് ചെയ്യല, യാഗം ചെയ്യേ. സ്വർഗമാണോ നിനക്ക് വേണ്ടത്, യാഗം ചെയ്യേ എന്ന് പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിച്ച് യാഗാദി കർമ്മങ്ങൾക്ക് അനുഷ്ഠിക്കുകയാണ്. ആ ചെയ്തു കേട്ട് അവൻ വിചാരിച്ച പോലെ തന്നെ സ്വർഗതനാകുന്നു. സ്വർഗത്തിൽ പോയി ഇരിക്കുമ്പോഴാണ് അവൻ ചെയ്ത പുണ്യഫലങ്ങൾ അവിടെ സ്വർഗസുഖം അനുഭവിക്കുമ്പോൾ ഭോഗേന പുണ്യം. നമ്മൾ സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ പുണ്യത്തിന്റെ ഓരോ പൊങ്കുകൾ ഇങ്ങനെ പോയി അവസാനം ക്ഷീണേ പുണ്യേ, പുണ്യം അങ്ങ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ മധ്യലോകം വിശന്തി, വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ വരും. അപ്പൊ അത് ശാശ്വതമല്ലല്ലോ. ആ കർമ്മയോഗം കൊണ്ട് നേടിയെടുത്തത് നമുക്ക് ശാശ്വതമായിരുന്നില്ല. എന്നാൽ ഭഗവാനിൽ ആരാണോ ആത്യന്തികമായി മനസ്സനന്യാചിന്തയന്തോ, അനന്യചിന്തയും വേറൊന്നും ചിന്തിക്കാതെ ഭഗവാനിൽ തന്നെ ആരാണോ മനസ്സ് നിയന്ത്രിച്ചു വെക്കുന്നത്, അവനൊന്നും അപേക്ഷിക്കാൻ പാടില്ല. നമുക്കൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹം നടത്തി തരണട്ടോ ഭഗവാനെ എന്നാണ് നമ്മൾ പറയുന്നത്. അതില്ലാതെ നിരപേക്ഷനായിട്ടുള്ള ഒരു വ്യക്തി, ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി, അവന് കിട്ടുന്ന സുഖമുണ്ടല്ലോ, ആ സുഖം വിഷയാസക്ത ഭക്തന്മാർക്ക് മനസ്സിലാവില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അകിഞ്ചനസ്യ ദന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയ ദിശാഃ. അവൻ എവിടെ നോക്കിയാലും സന്തോഷമാണ്. സർവാഃ സുഖമയാഃ ദിശഃ, ദിക്കുകളൊക്കെ ഏത് ദിക്കിൽ പോയാലും എന്താ, അവന് സൗഖ്യം. നമുക്ക് വടക്കോട്ട് പോയാൽ പറ്റില്ല, തെക്കോട്ട് പോയാൽ പറ്റില്ല, നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്താ കാരണം, നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്നു. ശാന്തനാണ്, അത് തന്നെ കാരണം. ഭഗവത് ഇതരമായിട്ടുള്ളതിനെ മുഴുവൻ ശിവേതരം, ശിവന് ഇതരമായിട്ടുള്ളത് മുഴുവൻ നമ്മൾ ഉപേക്ഷിച്ചാൽ, അങ്ങനെ ഉപേക്ഷിച്ചവന് ഇന്ദ്രിയങ്ങളെ അടക്കാൻ സാധിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ജിതേന്ദ്രിയൻ എന്നവന് പേര് പറയാം. അങ്ങനെയുള്ള ജിതേന്ദ്രിയൻ അവൻ ശാന്തനാകും, സമദർശനാകും, എല്ലാവരും ഒരുപോലെ കാണും. അങ്ങനെയുള്ളവൻ എവിടെ പോയാലും സൗഖ്യം എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മപദവി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാട്ടോ. ഇന്ദ്രപദവി വേണോ? എനിക്കത് ആവശ്യമില്ല. പരമേഷ്ഠി പദവിയോ? അതും എനിക്ക് വേണ്ട. പാതാളത്തിന്റെ അധിപതിയാകണോ? അതും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം ഓരോ സിദ്ധികളെ തരാന്ന് പറഞ്ഞാലും സിദ്ധികളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. കാരണം അങ്ങനെയുള്ള ഭക്തന്മാരില്ലേ വെച്ചുകൊണ്ട് ഉദ്ധവനെ പോലുള്ള ഭക്തന്മാരുണ്ട്. ഉദ്ധവനിതൊന്നും വേണ്ടാമോ? ഞാൻ നാഗപൃഷ്ടം ഭോഗ്യപൃഷ്ടം എന്ന് പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ടായി. ബ്രഹ്മാവ്, ശിവൻ, പരമശിവനുണ്ട്, ഇങ്ങനെ സംഘർഷണമൂർത്തി, ഇവരെക്കാളൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നതിന് കാരണം നമുക്ക് അവരെ പ്രധാനമായി തോന്നുന്നത് കൊണ്ട്. വേറെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭഗവാനോടല്ല ഇഷ്ടം, ഭഗവത് ഭക്തന്മാരോടാണ് ഭഗവാൻ ഇഷ്ടം. തൻ്റെ പ്രതിജ്ഞ പോയാലെങ്കിലൊന്നില്ല, ഭക്തന്റെ പ്രതിജ്ഞ നിറവേറ്റണം എന്നുള്ളത് ഭഗവാന്റെ ഒരു ഉദ്ദേശമാണ്. നമുക്ക് ഭാഗവതത്തിലെ കഥ അറിയാം. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആയുധം എടുക്കില്ല, അർജുനന്റെ തേരാളിയായി കൂടെ നിൽക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. യുദ്ധം ആരംഭിച്ചു. ആദ്യത്തെ ദിവസമൊക്കെ ഗംഭീരമായിട്ട് യുദ്ധമൊക്കെ നടന്നു. ഭഗവാന്റെ പ്രേരണയുള്ളത് കൊണ്ട് അർജുനൻ അന്ന് യുദ്ധകളത്തിൽ എല്ലാവരെയും കണ്ടപ്പോൾ പരിഭ്രമിച്ചു നിന്നപ്പോൾ ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു ഭഗവാൻ. കുറെ കഴിഞ്ഞപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് വന്നു. പക്ഷെ മുഴുവൻ ത്രില്ലില്ലാതെയാണ് അന്ന് യുദ്ധം ചെയ്തത്. അന്ന് വൈകുന്നേരം ആയപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ യുദ്ധത്തിന് പുറപ്പെട്ടത്, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അർജുന പറഞ്ഞു, നാളെ നോക്കിക്കോളം ജ്യേഷ്ഠ, ഞാൻ നന്നായിട്ട് യുദ്ധം ചെയ്തോളാം. രണ്ടാം ദിവസത്തെ യുദ്ധത്തില് കൊടുമ്പിരി കൊണ്ട് യുദ്ധം. കൗരവപക്ഷത്തിൽ ഒരുപാട് പേരെ വധിച്ചു തള്ളി. ഇതൊക്കെ കണ്ടപ്പോൾ ദുര്യോധന ഇരിക്കപ്പെടുന്നില്ല. അവരുടെ സേനാനായകൻ ഭീഷ്മപിതാമഹനാണ്. ഭീഷ്മപിതാമഹനോട് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം മുത്തശ്ശൻ അവരോടാണ് പ്രതിപത്തിയെന്ന്, അതുകൊണ്ടല്ലേ അർജുനനെ നമ്മളെ തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നത്, ഈ പക്ഷഭേദം നന്നല്ലാട്ടോ. അത് കേട്ടപ്പോൾ ഭീഷ്മപിതാമഹൻ പറഞ്ഞു, നാളെ ഞാൻ യുദ്ധത്തിൽ
ശത്രുപക്ഷത്തിനെ കുറെ നശിപ്പിച്ചിരിക്കും, ഉറപ്പാണ്. ആയുധം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ കൃഷ്ണൻ, ആ ആയുധം എടുപ്പിച്ചതിനാണോ 300 പ്രതിജ്ഞകൾ. ഇത് ചാരമുഖേന ഭഗവാന്റെ കാതിലെത്തി. ഭഗവാൻ അപ്പൊ തീരുമാനിച്ചു തന്റെ ഭക്തനായ ആ ഭീഷ്മന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന്. അന്നത്തെ യുദ്ധത്തിൽ അർജുനന്റെ മീതെ ഒരുപാട് ശരങ്ങളെറിഞ്ഞു. ആ ശരങ്ങളെറിയുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് കൃഷ്ണ ഭഗവാനല്ലേ. കൃഷ്ണന്റെ മീതെയും കുറെ രക്തം ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആ ഓരോ അസ്ത്രവും തന്നിൽ വീഴുമ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചു ആ ഭീഷ്മപിതാമഹൻ തന്നെ അർച്ചിക്കുകയാണ്. അച്യുത മുകുന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് അർച്ചിക്കുകയാണെന്ന് വിചാരിച്ചു. ഇത്രയും ഭക്തനാണ്. ഒരു നിമിഷത്തിൽ തൻ്റെ അർജുനനെ രക്ഷിക്കാനെന്ന വ്യാജേന ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടി ചക്രവും എടുത്തുകൊണ്ട് യുദ്ധത്തിനായിട്ട് ഓടിപ്പോയി. ആ ഓടി വരുന്ന കാഴ്ച കണ്ടു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? തൻ്റെ ഭക്തന്റെ പ്രതിജ്ഞ നിറവേറ്റേണ്ടത് തൻ്റെ ചുമതലയാണ്. തൻ്റെ പ്രതിജ്ഞ പാളിയായിരുന്നില്ലോ എന്ന് വിചാരിച്ചു. ഉടനെ അർജുനൻ ഇടപെട്ടു. ഇത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, അങ്ങ് യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആയുധം എടുത്തുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാ അപ്പ കഴിഞ്ഞുവോ? അപ്പോഴും കഴിഞ്ഞില്ല. അവസാനം ശരശയിൽ കിടക്കുന്നതായ ആ ഭഗവാൻ ഭീഷ്മപിതാമഹന്റെ അടുത്തേക്ക് യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുവരാണ്. കാരണം ഈ യുദ്ധത്തിന് മുഴുവൻ കാരണക്കാരൻ താനാണ്. താൻ പറഞ്ഞാണ് അഭിമന്യു ചക്രവ്യൂഹത്തിന്റെ അകത്തേക്ക് കടന്നത്. പിന്നിൽ പോകാൻ എനിക്ക് സാധിച്ചില്ല, അപ്പൊ ഞാനല്ലേ അഭിമന്യുവിനെ കൊന്നത്. മൂന്നാമത് കർണൻ മരിച്ചു കിടന്നപ്പോൾ കുന്തിദേവി കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ല എന്റെ മകനാണ്, ഇവനുള്ള ഉദകക്രിയ നിങ്ങൾ ചെയ്യണമെന്ന സത്യം അറിയിച്ചപ്പോൾ ജ്യേഷ്ഠനെ കൊല്ലിച്ച മഹാപാപിയാണ് ഞാൻ. ഈ വക ചിന്തകളെ കൊണ്ട് ആ യുധിഷ്ഠിരൻ ഒരു സമാധാനം ഉണ്ടായില്ല. സമാധാനമില്ലാത്ത യുധിഷ്ഠിരനെ കുറെ പറഞ്ഞു നോക്കി. ഗീതം ഭഗവതായ സംഗ്രാമമൂർധനി, യുദ്ധകളത്തിൽ വെച്ച് അർജുനന് ഉപദേശിച്ച ആൾക്ക് ഈ യുധിഷ്ഠിരനെ ഉപദേശിക്കാനാണോ പാട്? പൂർവ്വതാപിയായ അദ്ദേഹത്തെ പോലും സമാധാനിപ്പിച്ചു പശ്ചാത്തലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വ്യാസഭഗവാൻ പറഞ്ഞ് പല ഇതിഹാസങ്ങളും പറഞ്ഞു കൊടുത്തു, ഓരോരുത്തരുടെ കഥകളും നിരത്തി. അതൊന്നും ചെവിയിൽ കൊണ്ടില്ല. അപ്പോഴാണ് ഭീഷ്മപിതാമഹന്റെ അടുത്ത് കൊണ്ടുപോയത്. ഭീഷ്മപിതാമഹൻ എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ച് അതിനോടൊപ്പം തന്നെ ഭഗവാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭഗവത് നാമങ്ങൾ പറഞ്ഞു കൊടുത്തു. വിഷ്ണു സഹസ്രനാമം, ഒരു ക്രിയാപദം പോലും ഇല്ലാതെ വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു. വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു. ഇന്ന് ഗീതയാണ് ശ്രേഷ്ഠമെന്ന് നമ്മൾ പറയുന്നു. ഭഗവത് മുഖാത് ചുത അല്ലേ, ഭഗവാന്റെ മുഖത്തിൽ നിന്ന് വന്നതാണ് ഗീത ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. ആ ഗീതയ്ക്കൊപ്പം നിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗീതയെക്കാളും ഒരുപടി മേലാണ് വിഷ്ണു സഹസ്രനാമം. അവിടെയും തോറ്റുകൊടുത്തു തന്റെ ഭക്തന് വേണ്ടി. ഞാൻ പറഞ്ഞ ഗീതയെക്കാട്ടിലും നല്ലത് വിഷ്ണു സഹസ്രനാമം തന്നെ വരുത്തിയില്ലേ. അതാണ് ഭഗവത് ഭക്തന്മാരോടുള്ള ഈ ഭഗവാന്റെ കാരുണ്യം. നിരപേക്ഷനാണ്. അങ്ങനെ സമദർശനായ ആ മഹാത്മാവിനെയാണ് ഭഗവാൻ എപ്പോഴും അനുഗമിക്കുന്നത് എന്ന്. നിരപേക്ഷം മുനിം ശാന്തം, ഞാൻ അവനെ അനുപ്രജാമ്യഹം പൂയേ യംഗിരേണുമി എന്ന് ഉദ്ധവനോട് പറഞ്ഞു. ഞാൻ ആ ഭക്തന്റെ പിന്നിൽ പോകും. ഭക്തന്റെ കാലിൽ പൊടിയേൽക്കുമ്പോ എനിക്കൊരു പരിശുദ്ധി ഉണ്ടാകുന്നുണ്ടേ, അത് കിട്ടാൻ അത്രയും ഭക്തദാസനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഭഗവാന് അനുരക്തനായിട്ട് പ്രാപഞ്ചിക വികാരങ്ങളിൽ ഭക്തൻ അടിമപ്പെടില്ല. ഭഗവാനിനോട് എപ്പോഴാണോ കൂടുതൽ ആഗ്രഹം വരുന്നത് അവന് പ്രപഞ്ച വിഷയങ്ങളോട് അറിയാതെ തന്നെ ഒരു വിരക്തി അനുഭവപ്പെടും എന്ന് പറയാണ്. സർവജീവികളിലും സ്നേഹം, ദയ തുടങ്ങിയ വികാരങ്ങൾ ഇവന്റെ മനസ്സിലുണ്ടാവും. മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണ് എന്ന് ഒരു ഭക്തന്റെ ഹൃദയത്തിലേക്ക് കേൾക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഭക്തന്മാർ സുകൃതികൾ, അവർ നല്ലവരാണ്. ഭഗവത് ഭക്തർ ജിതേന്ദ്രിയനാണെങ്കിൽ പോലും
ജിതേന്ദ്രിയരല്ലാണെങ്കിൽ പോലും കുടുംബത്തോടെ വസിക്കുന്നവനാണെങ്കിൽ പോലും ഭഗവത് വിഷയത്തിൻ്റെ ഭഗവത് പ്രഭാവം കൊണ്ട് വിഷയസുഖങ്ങളിൽ അറ്റാച്ച്ഡ് ആവില്ല. അവരറിയാതെ തന്നെ ആസക്തിയിൽ നിന്നും വിട്ടുപോകും. അവൻ കുടുംബമായിട്ട് വസിക്കും. കുടുംബം തന്നെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവത് ചിന്ത. നമുക്കറിയാവുന്ന സുധാമാവിനെ അല്ലേ? ആ വലിയൊരു കുടുംബത്തിൽ, ദരിദ്ര കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കാൻ ആ സുധാമാവിന് കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ജ്വലിക്കുന്ന അഗ്നി ജ്വലിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടിട്ടാലും വലിയൊരു ഇന്ധന കൂമ്പാരത്തെ നിമിഷങ്ങൾക്കുള്ളിൽ ഭസ്മമാക്കി തീർക്കാൻ അഗ്നിക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. അഗ്നിയുടെ ആക്കിത്തരും. അതുപോലെ ഭക്തി നമ്മളുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും പഞ്ഞിക്കെട്ട് പോലെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ വരെ ദൗർഭാഗ്യ തുലവാതുല ദ്വരഭാന്തരവിപ്രഭ എന്ന് ദേവിയെ സ്തുതിക്കുന്നത്. നമ്മുടെ ഭാഗ്യക്കേടിനെ മുഴുവൻ പഞ്ഞിക്കെട്ടി പോലെ അങ്ങോട്ട് ഭസ്മമാക്കി തരുന്നതാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ കുറേ വസ്തുക്കളെ സൃഷ്ടിച്ചു. വൃക്ഷലതാദികളെ സൃഷ്ടിച്ചു, മശകമക്കുണങ്ങളെ, കൊതുകിനെ, മൂട്ടയെ വരെ സൃഷ്ടിച്ചു, പക്ഷികളെയൊക്കെ സൃഷ്ടിച്ചു. എല്ലാവരെയും സൃഷ്ടിച്ചിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവസാനം പുരുഷം വിധായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ഒരു സന്തോഷം തൊട്ടാട്ടെ കോളറൊക്കെ കൊതിയായി നല്ലൊരു സൃഷ്ടി. എന്താ അങ്ങനെ വിചാരിച്ചത്? ബ്രഹ്മാവലോകക്ഷണം മുതമാവദേവ. ഇവന് ബ്രഹ്മത്തെ കാണാനുള്ള ശക്തിയുണ്ടല്ലോ, ഇവൻ ബ്രഹ്മത്തെ പ്രാപിച്ചോളും. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കാതെ ആ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാതെ ഇരുന്നാൽ നമ്മുടെ ജന്മം പാഴായി പോവില്ലേ എന്നാണ്. ആരൂഢചുതം വിദുഹുന്നാണ്. മുകളിൽ കയറിയിട്ട് ഡകയെ എന്ന് പറഞ്ഞ നിലത്ത് വീണതുപോലെയാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ഈശ്വരനെ പ്രാപിക്കാനുള്ള വഴി വേണം. മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ബ്രഹ്മസാക്ഷാത്കാരമാണ്. ശരി. ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ എന്തൊക്കെയാ വഴികൾ? ഒരു ആഗ്രഹം തോന്നുന്നു. അപ്പൊ ചോദിക്കുകയാണ്, എന്തൊക്കെ വഴികളിലൂടെ ഈ ബ്രഹ്മസാക്ഷാത്കാരം നമുക്ക് നേടാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുഹൃത്തായ ഉദ്ധവനോട് പറയുന്നത് ത്രയോ മാർഗമായ പ്രോക്ത. 3 വഴിയുണ്ട് കൂട്ടുകാരാ. ശ്രേയസായ വൈ. മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാകാൻ 3 മാർഗമുണ്ട്. എന്താണ്? ജ്ഞാനം, കർമ്മചപത്തിസ്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. നാന്യോസ്തികർശന വേറൊരു വഴിയില്ല. ഈ 3 വഴിയിലൂടെ പൊക്കോളോ ഈശ്വരപ്രാപ്തി ഉണ്ട് എന്നാണ്. ലൗകിക വിഷയങ്ങളിലെല്ലാം പൂർണ്ണ വിരക്തി വന്നതിന് മാത്രമേ ശബദമാദികൾ സാധ്യമാകൂ. അപ്പൊ യോഗത്തിന് പോയാല്, ജ്ഞാനമാർഗത്തിലേക്ക് പോയാൽ എല്ലാവർക്കും സാധിക്കില്ല. പൂർണ്ണ വിരക്തി വരാൻ പറഞ്ഞാൽ എളുപ്പവുമല്ല. പൂർണ്ണ വിരക്തി വന്നതിന് മാത്രമേ അതിന് വഴിയുള്ളൂ. എന്താണ്? യമം, നിയമം, ആസനം, പ്രാണാഹാരം അല്ലേ? പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 വഴികളിലൂടെ പോയാൽ മാത്രമേ ഭഗവത് പ്രാപ്തി ഉണ്ടാവൂ. നിയമവും പിന്നെയും പറ്റി വരും. പ്രാണായാമം കട്ടിച്ച് അത് നമുക്ക് പുറമേയുള്ളതാണ്. അടുത്തൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. പ്രത്യാഹാരം പറ്റില്ല. പ്രത്യാഹാരം പറ്റില്ല. അത് കഴിഞ്ഞ് ഭഗവാന്റെ രൂപങ്ങൾ കൊണ്ട് ഉറപ്പിച്ചു വയ്ക്കാന്ന് വെച്ചാൽ ഒരു ഭാഗം കൊടുക്കുമ്പോൾ ഒരു ഭാഗം പോകും. അപ്പൊ അതും കഴിയും. അങ്ങനെ ആയാലല്ലേ ധ്യാനിക്കാൻ പറ്റും. ധ്യാനത്തിന്റെ പരാകാഷ്ഠയിലെത്തുമ്പോഴല്ലേ സമാധിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ജ്ഞാനയോഗം എന്നുള്ളത് വളരെ ഉറച്ച മനസ്സുള്ളതായ യോഗിവര്യന്മാർക്ക് സാധിക്കും. യോഗിവര്യന്മാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ. അവർക്കത് സാധിക്കും. 8 അംഗങ്ങളിൽ ഓരോന്നും സ്ഥിരമായി സ്വാധീനിക്കുന്നത് എളുപ്പമല്ല. ഇനി വേദവിഹിതങ്ങളായ കർമ്മങ്ങള് നിഷ്കാമഭാവേന ചെയ്യണം. ആഗ്രഹം വയ്ക്കാതെ വേദവിഹിതമായ കർമ്മങ്ങൾ ചെയ്യണം. ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു അനുഷ്ഠാനം. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠാനം. നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യരുത്. നമ്മൾ വേണമെങ്കിൽ വേദോക്തമായ കർമ്മമൊക്കെ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ നിഷിദ്ധ കർമ്മവും നമ്മൾ ചെയ്യും. അപ്പൊ പിന്നെ എന്ത് പ്രയോജനം? അതുകൊണ്ട് കർമാനുഷ്ഠാനം കൊണ്ടും നമുക്ക് സാധ്യമല്ല. പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ വേദവിഹിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പ്രായശ്ചിത്ത കർമ്മം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം
ആന കുളിപ്പിച്ചു നിർത്തിയ ആന വീണ്ടും മണ്ണെടുത്ത് തന്റെ ശരീരത്തിലേക്ക് പൗഡർ പൂസുന്ന പോലെ പൂസുന്നത് പോലെയാണ് നമ്മൾ പരിശുദ്ധമായിട്ടുള്ള പ്രായശ്ചിത്തകർമ്മം ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വീണ്ടും ആ പാപം ചെയ്യുന്നു. പാപവാസന കെട്ടടങ്ങണം. പാപവാസന കെട്ടടങ്ങാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. പ്രാണിഹിംസ, മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ പരതാരാഗമനം, പരസ്ത്രീയെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്വീകരിക്കുക, അതൊക്കെ നിഷിദ്ധമാണ്. അപ്പോൾ തന്ത്രവിധി പ്രകാരമുള്ള ഈശ്വര ആരാധന, എന്നാൽ അതോ തന്ത്രവിധി പ്രകാരം പൂജിക്കുമോ അർച്ചിക്കുമോ അങ്ങനെ ചെയ്താലോ അത് ഈ കർമ്മയോഗത്തിൻ്റെ തന്നെ ഒരു സബ് സെറ്റ്, കർമ്മയോഗത്തിൻ്റെ തന്നെ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ് ക്രിയായോഗം. ക്രിയായോഗം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ചെയ്തില്ലെങ്കിൽ ഫലിക്കില്ല. അതായത് പണ്ടൊക്കെ യാഗാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ യാഗത്തിൻ്റെ പങ്കു വാങ്ങാൻ ദേവന്മാർ നേരെ എത്തിയിരുന്നു. ഇപ്പം ആരും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ 3 ശുദ്ധിയോടെ വേണം ക്രിയകൾ ചെയ്യാൻ. ആദ്യത്തെ ശുദ്ധി മനഃശുദ്ധിയാണ്, രണ്ടാമത്തെ ശുദ്ധി ദ്രവ്യശുദ്ധിയാണ്, മൂന്നാമത്തെ ശുദ്ധി ക്രിയാശുദ്ധിയാണ്. മനഃശുദ്ധി ഇല്ലല്ലോ. ഇനി ദ്രവ്യശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയ പണം മുഴുവൻ നമ്മളായിട്ട് നേടിയതാണോ, പിതൃസ്വത്ത് കിട്ടിയതാണോ, മറ്റുള്ളവരിൽ കിട്ടിയതാണോ, ദാനം കിട്ടിയതാണോ, അങ്ങനെ അറിയാം. അപ്പം അത് ശുദ്ധിയില്ല. ക്രിയാശുദ്ധി എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളൊക്കെ സ്വരം തെറ്റാതെ ഉച്ചരിക്കാൻ സാധിക്കണം. അങ്ങനെ ഉച്ചരിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് സംശയം. അപ്പം ക്രിയാശുദ്ധിയുമില്ല. പിന്നെ എങ്ങനെ പ്രവൃത്തികൾ ഫലപ്രദമാകും? ആകില്ല. ഇങ്ങനെയൊക്കെ അറിയാൻ നമ്മളെങ്ങനെ ജീവിക്കുക? പേടിക്കണ്ട എന്ന് പറയണം. ജ്ഞാനകർമ്മ യോഗങ്ങളെ അപേക്ഷിച്ച് ഭക്തിയോഗത്തിന് 100 മാർക്ക്. ആ ഭക്തിയോഗം അനുഷ്ഠിക്കാൻ എളുപ്പമാണ്. എന്താ കാരണം? കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് നാവ് പറഞ്ഞാൽ മതി. ഒരു മനസ്സും ഒരു നാവും ഉണ്ടെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് പറഞ്ഞു മോക്ഷസാധന സാമഗ്ര്യ ഭക്തിയേവഗരീയസി എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. മോക്ഷത്തെ നേടാനുള്ള വസ്തുക്കളിൽ ഭക്തിക്കാണ് ഇമ്പോർട്ടൻസ്, ഭക്തിയാണ് പ്രധാനം എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മമേവ ച ന സ്വാധ്യായ തപസ്ത്യാഗഃ യഥാ ഭക്തി മയോർജിത. ഉദ്ധവനോട് പറഞ്ഞു കൊടുത്തതാണ്. എന്നിൽ ഉറപ്പിച്ച ഭക്തിയുണ്ടോ ഇതൊക്കെ അന്യം നിൽക്കും. ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞു. ജപപാരായണാദിയോ ഇല്ലെങ്കിൽ വ്രതമോ അതിനില്ല ത്യാഗമോ പരമഭക്തിയെ പോലെ ഭഗവത് പ്രാപ്തിക്കുന്നതില്ല. കാരണം ഞാൻ ത്യാഗം ചെയ്തവനാണ് എന്നൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ പോയില്ലേ, ഞാൻ കൊടുത്തതാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊടുത്തതിൻ്റെ ഫലം. അപ്പം പിന്നെ ത്യാഗം ചെയ്തിട്ട് കാര്യം? അപ്പം ത്യാഗം കൊണ്ട് നമുക്ക് നേടാൻ പറ്റില്ല. ഭക്തിക്ക് എങ്ങനെയില്ല. എന്നാൽ ശരി, എല്ലാവരും ഭക്തന്മാരാണ്. ആരൊക്കെയാണ്? ഹിരണ്യകശിപു തപസ് ചെയ്ത പോലെ ആര് തപസ് ചെയ്തിട്ടുണ്ട്? രാവണൻ എന്ന് പറഞ്ഞാൽ പരമശിവന്റെ പരമഭക്തനാണ്. സന്തോഷിച്ച് സ്വർണ്ണനഗരമാണ് കൊടുത്തത് ഭഗവാൻ. ചന്ദ്രഹാസം എന്നുള്ള വാള് കൊടുത്തു. പക്ഷെ നമ്മൾ ആരെങ്കിലും ഭക്തരാവണൻ, ഭക്തഹിരണ്യകശിപു എന്ന് പറയാറുണ്ടോ? ഭക്തിക്ക് വ്യത്യാസമുണ്ട്. ഇവരൊക്കെ ഭക്തി ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ് ഉപയോഗിച്ചത്. നായം ദേഹോ ദേഹഭാജോ എന്ന് പറഞ്ഞു ഋഷഭയോഗീശ്വരൻ. ഈ ദേഹം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചാലേ പ്രയോജനമുള്ളൂ, അല്ലാതെ സ്വാർത്ഥത്തിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ഭക്തിയാവില്ല. അപ്പം അങ്ങനെയുള്ള ഭക്തിയെ നമ്മൾ വെച്ചതില്ല. പക്ഷേ കുചേലൻ്റെ ഭക്തി, സുദാമാവിൻ്റെ ഭക്തി, അതുപോലെ തന്നെ പ്രഹ്ലാദൻ്റെ ഭക്തി, ഇതൊക്കെ നമ്മൾ 100 മാർക്ക് കൊടുക്കാറുണ്ട്. ഹനുമാന്റെ ഭക്തി, ഭക്തഹനുമാൻ, ഭക്തപ്രഹ്ലാദൻ, ഭക്തകുചേലൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ഭക്തിയാണ് പ്രധാനം. ഈ ഭക്തി കൊണ്ട് എന്താണ്? ഭക്തി കൊണ്ട് മാത്രമേ സജ്ജനപ്രിയനായ ഭഗവാനെ ഗ്രഹിക്കാനാകുന്നു. ഗ്രഹിക്കാനാണ് മനസ്സിലാക്കണമെന്ന് ഒരാൾക്കാരുടെ വേറൊരാൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. അതിനൊരു കഥ പറയാം. മഹാഭാരത യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധം ഇല്ലാതാകണം എന്ന് എല്ലാവരും മഹാന്മാരുടെയും അഭിപ്രായം. അപ്പോഴാണ് മെസ്സഞ്ചറായിട്ട്
ദൂതായിട്ട് കൃഷ്ണൻ പുറപ്പെടുന്നത്. കൃഷ്ണൻ ദൂത് പോയിട്ട് എങ്ങനെയെങ്കിലും യുദ്ധം ഇല്ലാതാക്കി തീർക്കാമോ? യുധിഷ്ഠിരനോട് ചോദിച്ചു, ഞാൻ പോയിട്ട് എന്താ പറയേണ്ടത്? അർജുനനോട് ചോദിച്ചു. എല്ലാവരും ചോദിച്ചിട്ടേ ചെയ്തു. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത പോലെയാണ്. അതാണ് നായകന്റെ പ്രത്യേകത, നേതൃത്വത്തിന്റെ പ്രത്യേകത. ഏതാണ് അദ്ദേഹം നമ്മുടെ സഹദേവന്റെ അടുത്ത് ചോദിച്ചു. സഹദേവൻ ജ്ഞാനിയാണ്, സഹദേവന് ജ്യോതിഷം അറിയാം. അപ്പൊ സഹദേവനോട് പോയി ചോദിക്കുകയാണ്, സഹദേവ, നമുക്ക് ഈ യുദ്ധം ഇല്ലാതാക്കി തീർക്കാൻ എന്തെങ്കിലും വഴി നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു തരൂ എന്ന്. ആരുടെ വെച്ച് നോക്കിയപ്പോ ഈ കൃഷ്ണൻ അവിടെ പോകുന്നത് തന്നെ യുദ്ധം ഉണ്ടാക്കാനാണ്. ധർമ്മ സംരക്ഷണാർത്ഥം കുരുക്ഷേത്ര യുദ്ധം അനിവാര്യം എന്ന ആരുടത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സഹദേവൻ അറിയാൻ കൃഷ്ണൻ പോകും, യുദ്ധം ഉണ്ടാകും, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി കുറെ അക്ഷൗഹിണിപ്പടകൾ നശിക്കും, അറിയാം. എന്നിരുന്നാലും ഒരു തമാശയായിട്ട് പറഞ്ഞു, വഴിയുണ്ടല്ലോ. അപ്പൊ അതെന്ത് വഴിയാ എന്ന് കൃഷ്ണപരമാണ് ചോദിച്ചു. അപ്പോ സഹദേവൻ പറഞ്ഞു, ആ യുധിഷ്ഠിരന്റെ കാര്യം വിട്, ഭീമന്റെ കയ്യിലുള്ള ഗത തല്ലി പൊട്ടിച്ചാൽ മതി, ഈ യുദ്ധം ഇല്ലാണ്ടാക്കാം. അയ്യോ, അത് പറ്റിയില്ല, ഭീമന്റെ അടുത്തേക്കേ പോകാൻ പറ്റില്ല, 10,000 ആളുടെ ശക്തിയാ, നമ്മളൊരു ഊതിൽ പറഞ്ഞു പോകും, പറ്റില്ല. എന്നാൽ ശരി, ആ അർജുനന്റെ കയ്യിൽ ഒരു ഗാണ്ഡീവം എന്ന് പറഞ്ഞൊരു ധനുസിലെ അതിനെ ഒടിച്ചു കളയും. അപ്പൊ ഗാണ്ഡീവത്തിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അഗ്നിയോഗം കൊടുത്തതാ. അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാഞ്ചാലിയുടെ തലമുടി വെച്ച് ക്രാപ്പാക്കി വിടാം, അതാ നല്ലത്. പാഞ്ചാലി തലമുടി അഴിച്ചിട്ട് ഇത് കെട്ടണമെങ്കിൽ ദുശ്ശാസനെ കൊല്ലണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. തലമുടി കെട്ടിക്കാനില്ലാതെ മതിയില്ല, ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ. അത് അടുത്തേക്ക് കൂടെ പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യം, കർണനെ പിടിച്ച് രാജാവ് സുതന്ത്രൻ. അപ്പൊ ഇനി എന്താ ചെയ്യാം? എന്നാ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി ഉണ്ടോ ഭഗവാനെ? എന്താ വഴി? അങ്ങ് ഹസ്തിനപുരത്തിലേക്ക് പോകാതെ അങ്ങേ ഇവിടെ ബന്ധിച്ചുക, എന്നെ ബന്ധിക്കേ. അങ്ങനെ പറ്റും? എന്താണ്, ഞാൻ ഈ ലോകം മുഴുവൻ വ്യാപ്തനിരന്തരം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. അന്തർബഹിഷ്ഠയൻ സർവം നാരായണ സ്ഥിതം, അകത്തും പുറത്തൊക്കെ വ്യാപിച്ചിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും ബന്ധിക്കാൻ പറ്റുമോ? എവിടെ നോക്കിയാലും കൃഷ്ണസ്വരൂപം 10,000 കൃഷ്ണന്മാരെ കണ്ടു. ആ കൃഷ്ണന്മാരെ കണ്ടപ്പോ ഈ വസുദേവൻ പറഞ്ഞു, എനിക്ക് ബന്ധിക്കാൻ പറ്റും, നിങ്ങൾ നമുക്ക് കാണട്ടെ എന്നാ ഈ കൃഷ്ണൻ. ഉടനെ വസുദേവൻ അവിടെ ഇരുന്നു, ധ്യാനത്തോടു കൂടി ഇരുന്നോണ്ട് പറഞ്ഞു, വിശ്വായ വിളിച്ചു. അപ്പോഴേക്കും കുറച്ച് കൃഷ്ണന്മാർ പറഞ്ഞു, വിശ്വരൂപായ, വിശ്വരൂപനാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചെണ്ണം കൂടി പറഞ്ഞു, വിശ്വസ്ഥിത്യന്തമേതവേ നമോ വിജ്ഞാനരൂപായ പരമാനന്ദരൂപിണേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എണ്ണം കുറഞ്ഞു വന്നു കഴിഞ്ഞു. കൃഷ്ണായ ഗോപീനാഥായ ഗോവിന്ദായ നമോ നമഃ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു കൃഷ്ണനായി മാറി. ആ കൃഷ്ണൻ ഈ സഹദേവന്റെ ഉള്ളിലേക്കാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ ബന്ധിച്ചില്ലേ? ഇപ്പോ കൃഷ്ണനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ബന്ധിച്ചുവോ? ശ്രീകൃഷ്ണനെ ബന്ധിച്ചില്ലേ? എങ്ങനെ ബന്ധിച്ചു? എന്റെ ഭക്തി കൊണ്ട് ബന്ധിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പണ്ടൊരിക്കൽ അമ്മ എന്നെ ഉരലിൽ കെട്ടിയിട്ടു, ഇപ്പൊ സഹദേവ അങ്ങനെ ഭക്തി കൊണ്ട് കെട്ടി. അപ്പൊ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ തന്റെ ഉള്ളിലേക്ക് കെട്ടിയിടാൻ പറ്റൂ എന്ന് കാണിച്ചു തന്നു. ഭക്തിക്ക് വേറെ പ്രത്യേകത, ചണ്ടാളനായാൽ പോലും അവനെ പരിശുദ്ധമാക്കാൻ ഈ ഭക്തിക്ക് കഴിയും. ഭക്തി ഇല്ലാത്തവൻ ദയാദായകനായ ധർമ്മം ചെയ്തിട്ടോ തപസ് ചെയ്തിട്ടോ വേദാധ്യയനം ചെയ്തിട്ടോ പ്രയോജനമില്ല. അവനിതെല്ലാം വൈദ്യപ്പെടുത്തുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടംപോലെ വെള്ളമാണ് വാരി കൊടുക്കും. ഭക്തിയില്ല. ഭക്തി ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? പിന്നെ അവിടെ ഭസ്മന്യേവ ജുഹോതിയ എന്നാണ് പറഞ്ഞത്. ഭസ്മത്തിൽ ഹോമിച്ചതിന് തുല്യമാണ്, ഒരു പ്രയോജനവുമില്ല. അതെപ്പോഴാണ് ഭക്തി ഉണ്ടാകുക? ഭഗവാനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഭക്തി ഉണ്ടാകും. ഭഗവത് കഥകൾ കേൾക്കാൻ സന്ദർഭം കിട്ടിയാൽ ഭക്തി ഉണ്ടാകും. അത് ഭക്തി ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചു. അതിനാണ് രോമാഞ്ചം ഉണ്ടാകും, കണ്ണീന്ന് കണ്ണീരൊഴുകും, അല്ലേ? ആകപ്പാട് ബുദ്ധി രോദിനി ഹർഷതി സന്തോഷിക്കും, ചാടും. ആ ഭക്തിക്ക് എത്രയും പ്രത്യേകതമാണ്.
ഭക്തി വികാരങ്ങളാണ്. പെട്ടെന്ന് തന്നെ മനസ്സിനെ നമ്മളിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും. ഭക്തി വികാരങ്ങൾ ഉളവായില്ല എന്ന് വെച്ചോളൂ. ഭക്തി വികാരങ്ങൾ എല്ലാവർക്കും ഒന്നും പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സെങ്ങനെ ശുദ്ധമാകുന്നു എന്ന് ഇതിനെ അതൊരു കഥ പോലെ പറയാം. ഈ ഭക്തിയുടെ പ്രകടനങ്ങൾ തനിക്ക് വന്നില്ലല്ലോ, അത് പരിശീലിച്ചൊരു യുവാവിനെ കുറിച്ച് പറയാം. പണ്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഭക്തിയില്ലാത്തവനും ഭക്തിയിൽ ലയിക്കും, അത്രയും ഭക്തോത്തമനാണ്. ആ ചൈതന്യ മഹാപ്രഭു പറയുന്ന ഭക്തിയിൽ അതിലിങ്ങനെ ആ ഓടത്തിൽ അങ്ങടുകിടം അലവായുന്ന മനസ്സുകള് കണ്ണീര് നിറച്ച് രോമാഞ്ചമണിഞ്ഞ് തന്നെ മറന്ന സ്ഥിതിയിൽ എല്ലാവരും ഒരാൾ മാത്രം ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുക, മരക്കട്ട പോലെ നിർവികാരമായിട്ട് ഇരിക്കുക. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇയാൾ ദിവസം ശ്രദ്ധയോടുകൂടി കഥയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു ഭാവമാറ്റം, ഒരു ചെറിയൊരു മാറ്റം പോലും അവനിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അടുത്ത ദിവസം ഭക്തി നിർഭരമായി ഇത് കേട്ടു യുവാവ്. അടുത്ത ദിവസം ഭക്തി നിർഭരമായൊരു സംഭവത്തിനെ ചൈതന്യ മഹാപ്രഭു അവിടെ പറയുകയാണ്. പറയുന്ന സമയത്ത് ഇയാളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരാധാരയായിട്ട് വെള്ളം വരും. ആൾക്കാർ പറഞ്ഞു, ഇത്ര മതിമായോ, ഒരു ദിവസത്തിലകം ഇവന് ഇത്രത്തോളം മാറ്റം വന്നല്ലോ. ഈ ആൾക്കാർ തലേ ദിവസം കുറ്റം പറഞ്ഞവരെ പിറ്റേ ദിവസം വന്നേ വളരെ മെച്ചി പറഞ്ഞു. അതൊക്കെ കേട്ട് ആനന്ദാശ്വമായല്ലോ എന്ന് ചോദിച്ചപ്പോൾ ധന്യാത്മാവ് തന്നെയാണെന്ന് പറഞ്ഞു. ചൈതന്യ മഹാദേവന് മനസ്സിലാകാൻ ഭക്തി കൊണ്ടൊന്നല്ല കരുതുന്നതെന്ന് മനസ്സിലായി. വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ അടുത്തേക്ക് പരസ്യമായിട്ട് എല്ലാവരുടെയൊക്കെ എടുക്കാൻ എന്ന് പറഞ്ഞ് തോളിലൊന്ന് തട്ടി അഭിനന്ദിച്ചു. എന്നിട്ട് ചോദിച്ചു, അനുകരണമാണ് ഈ ശിലാനുകരണീയം, ഈ ചെയ്തത് നല്ലതാ, ഇതെല്ലാവരും അനുകരിക്കട്ടെ. എന്താണ് കാര്യം? ഭക്തി വസ്തു ഉണ്ടാകാനായി അവൻ കണ്ണിൽ കുരുമുളക് തേച്ചിട്ടാവും വരുന്നത്. അതുകൊണ്ട് കണ്ണീരിന് ഇങ്ങനെ ധാരധാരയായിട്ട് വരും. എങ്കിലും ആ കണ്ണിനെ ധാരയായി ഒഴുകാൻ പ്രേരിപ്പിക്കാൻ അവൻ ശ്രമിച്ചല്ലോ. ഇതുപോലെ ആ ഭക്തി ഉൾക്കൊണ്ട ആ കാതുകളിലൂടെ അത് കേൾക്കുമ്പോൾ അവനെ ഭക്തിരസം ഉണ്ടാകാൻ അനുകരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ പോലും അഭികാമ്യമാണെന്നാണ്. ആദ്യം നമുക്ക് ഭക്തി വന്നില്ലെങ്കിൽ ഭക്തി വരുത്താനുള്ള ഉപായങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ലജ്ജ വിട്ട് ഗാനം ചെയ്യുക, അല്ലേ? നാരദ മഹർഷി ഉണ്ടായിരുന്നത് വിലജ്ജമാവിചരതി. ആരെന്ത് പറഞ്ഞാണ്ട ഞാൻ നാരായണ നാരായണ പറയും, കളിയാക്കി പറയാറുണ്ട് നാരദൻ എന്നുള്ള കൂസലുള്ളൂ. അദ്ദേഹം നാരായണ എന്നുള്ള നാമം ഉച്ചരിച്ചു കൊണ്ടേ തന്നെ വിലജ്ജ എന്ന് പറഞ്ഞു. വിലജ്ജനായിട്ട് ഗാനാലാപനം ചെയ്യാം. അതുപോലെ ചിലർ ഭക്തി പാരവശ്യത്തിൽ കൂടെ നൃത്തം വയ്ക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നൃത്തം വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഭക്തിയുടെ പരാഭാഷയിൽ നമുക്ക് തന്നെ അറിയാം. ഒരു ഭജനയിൽ പോയിരുന്നാൽ നമ്മൾ അറിയാതെ കൈകൊട്ടും, തല കുലുക്കും, ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കും, അല്ലേ? ചിലപ്പോൾ ചാടും. ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രേരണയാണ് അതിന് കാരണം. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളൊന്നും പറയരുത്. ഇങ്ങനെ ഭക്തി വികാരങ്ങൾ ഉണ്ടാകുന്ന ഭക്തൻ തന്നെ മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ളവരെയും ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അത് പറയണേ, ഏകം സ്വപ്രിയനാമകൃത്യ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഹി ഹസത്യദോരോധി നിരോധികായതി ഉന്മത്തവനൃത്യനിലോകബാഹ്യഃ. തന്നെ തന്നെ മറന്ന് ഉന്നതനെ പോലെ നൃത്തം വയ്ക്കും, പാട്ടുപാടും, ചിരിക്കും, കരയും. അപ്പൊ എന്താണ് സജ്ജനങ്ങളുടെ കൂടെ പുതിയാളുടെ ഗുണം? ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീഷ്ണം സ്മരന്തി നന്ദന്തി ച ഈഹിതം ജനഃ തയേവ പശ്യന്ത്യജിരേണ താവകം ഭവപ്രഭാവോ ഹരമം പദംബുജം. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ കഥകളെ സ്മരിച്ച് ഭഗവാന്റെ കഥകളെ ഓർത്ത് മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ച് അങ്ങനെയുള്ളവർ കുറേ കഴിയുമ്പോൾ സംസാര സാഗരത്തിൽ നിന്ന് കടന്ന് ആ ഭഗവത് പാദാമൃതത്തെ പ്രാപിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഭഗവത് രൂപത്തിൽ പ്രകാശിക്കാനായിട്ട് 9 തരം ഭക്തികളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം
അർച്ചനം വന്ദനം ദാസ്യം സഖ്യം. അതുപോലെ തന്നെ ആത്മനിവേദനം. അതെങ്ങനെ? അതിന് ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ശ്രീകൃഷ്ണ ശ്രവണേ പരീക്ഷിതമത്. ശ്രവണം കൊണ്ട് മുക്തി നേടിയ ആരാണ്? പരീക്ഷിച്ച് 7 ദിവസം കൊണ്ട് ഭഗവത്ഗതകളെ വിട്ട് മരിക്കുമെന്നുള്ള പേടിയോടുകൂടി വന്നവൻ മരണമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് അമൃതത്വത്തെ പ്രാപിച്ചു. വ്യാസാത്മജനാകീർത്തനേ, വ്യാസപുത്രനായ സുഗമഹർഷി ഭഗവത് നാമങ്ങൾ കീർത്തിക്കുമ്പോൾ, ഭഗവത് ലീലകൾ പാടുമ്പോൾ തന്മയനായി ആ രൂപം പ്രാപിച്ചിട്ടാണ് പാടും. അത്രയും കീർത്തനത്തിൽ കൂടി വെറുതെ ഇങ്ങനെ പറയല്ല, അനുഭവിച്ചു പറയുക എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവിച്ചു പറഞ്ഞവനാണ്. പ്രഹ്ലാദ സ്മരണേ, പ്രഹ്ലാദന്റെ ഒരു സ്മരണത്തിൽ എന്ത് വന്നപ്പോഴും അച്ഛൻ പ്രഹ്ലാദനെ കൊല്ലാനുള്ള ഓരോ വഴികൾ ചെന്നപ്പോഴും ഭയമില്ലാതെ നിന്നു ഭഗവാനെ സ്മരിച്ചു. ഗോവിന്ദവരിരംബിതം, ഗോവിന്ദൻ തന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ സ്മരണത്തിൽ ഉറച്ചു നിന്നു. തദംഗ്രിമജനേ ലക്ഷ്മി, ലക്ഷ്മിക്ക് ചാവല്യം, ചപല എന്നുള്ള പേരുണ്ട്. ചപല, ചഞ്ചല, ലക്ഷ്മി എന്ന് പര്യായമാണ്. ഓരോയിടത്തും സ്ഥിരമായിട്ട് നിൽക്കില്ല. കുറേ കാലം നിൽക്കും, അവരെ വിട്ടുവരും, പിന്നെ അവരെ കണ്ടഭാഗം നൽകില്ല. അത് ദേവിയുടെ സ്വഭാവം. പക്ഷെ ഭഗവാനാണ് പുരാണ പുരുഷൻ. എത്ര പഴയതാ, പഴയ പുരുഷൻ. പഴയ പുരുഷനായിട്ടും ലക്ഷ്മി ദേവി വിഷ്ണുവിനെ മുദ്രയാണ്. അതാണ് പൈസയില്ലേ, ഇങ്ങനെ വിട്ടുപോയില്ലാണ്. തദംഗ്രിമജനേ, ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളെ തൊട്ട് തലോടിയിരിക്കുന്നതിനാണ് ലക്ഷ്മി ദേവിക്ക് സന്തോഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലക്ഷ്മി ദേവിയാണ് പൃഥുപൂജനേ, പൃഥുചക്രവർത്തി ഭഗവാനെ പൂജിക്കുന്നതിൽ സന്തോഷിച്ചു. അക്രൂരസ്വഭിവന്ദനേ, അക്രൂരൻ ഭഗവാനെ വന്ദനം ചെയ്യുന്നില്ല. ആ മാണ്യം കടന്ന് ഉരുട്ടുന്നൊക്കെ നമ്മൾ പറയേ ശരണപ്രദക്ഷിണം വരച്ചു. പിന്നെയോ സഹനുമാൻ ദാസ്യേ, വീരഹനുമാനിന്റെ ഒരു ഭഗവത് ദാസ്യത്തിലാണ് സന്തോഷം കണ്ടത്. സഖ്യേ ച അർജുന, സഖാവായിട്ട് കൂടെ നടന്ന അർജുനനും ഭഗവത്ഭക്തി നേടിയെടുത്തു. ദേഹസ്യ ആത്മനിവേദനേ ബലിരബോധ്, ബലി തന്റെ ശരീരം തന്നെ അർപ്പിച്ചു. 3ാമത്തെ കാലം എൻ്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു മഹാബലി കൊടുത്തില്ലേ. അതാണ് ആത്മസമർപ്പണം. സർവം എന്താണ്? സർവം എല്ലാം തന്നെ ആ കൃഷ്ണ വാസുദേവനിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഓരോരുത്തരുടെയും ലക്ഷ്യം. ഭക്തിയോഗം ആരംഭദശയില് അനുഷ്ഠാനത്തില് വ്യത്യാസമായി തോന്നിയാലും ആ ഭക്തിയെ ആചാര്യന്മാരെ കൂടുതലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു പൂജാദികൾ ചെയ്യും ഭക്തി ഉണ്ടാവും. നമ്മളോടൊക്കെ മാരച്ചന്മാരൊക്കെ അങ്ങനെ പറഞ്ഞാൽ രാവിലെ വിളക്ക് കൊടുത്തു, 4 പുഷ്പങ്ങളെ കൊണ്ട് നോക്കൂ, എന്താ ഉണ്ടാക്കിച്ചാൽ ഭഗവാൻ കാണിക്കൂ. അങ്ങനെ പൂജ ചെയ്യുന്നതിലൂടെ ഭക്തി ഉണ്ടാകും എന്ന് നിർവചിച്ചു. പൂജകളുടെ താല്പര്യമാണ് എന്ന് വ്യാസമഹർഷി വരെ അടിവരയിട്ട് പറഞ്ഞു. പൂജാദിഷു തത്പരഃ ഭക്തഃ എന്ന് പറഞ്ഞു തന്നു. പൂജാദികളിൽ തൽപരനാണ്. പക്ഷേ ഗർഗമഹർഷി പറഞ്ഞു കഥാശ്രവണേ യഥാ തത്പരഃ സ ഭക്തഃ. ഭഗവത്കഥ കേൾക്കാൻ ആർക്കാണോ ഇഷ്ടമുള്ളത് അവനാണ് ഭക്തനെന്ന്. പിന്നെ ആത്മാനന്ദത്തിന് തടസ്സമില്ലാതെ വന്നാലേ അത് ഭക്തിയാവൂ എന്നാണ് ശാന്തിയുടെ അഭിപ്രായം. ചിലരൊന്നും സകല കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം കൃഷ്ണനെ അർപ്പിച്ചുകൊണ്ടുള്ള സ്ഥിതി അതാണ്. എന്നിട്ട് ഭഗവാനെ മറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു വിരവേദനയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഭക്തി ലക്ഷണം എന്നാണ്. ഇത് നാരദന്റെ അഭിപ്രായം. തദർപ്പിത അഖിലാചാരത, എല്ലാ ആചാരങ്ങളെയും ഭഗവാനിൽ അങ്ങോട്ട് അർപ്പിക്കുക. തത് വിസ്മരണേ പരമ വ്യാകുലത, ആ ഭഗവാനെ മറന്നാൽ സങ്കടപ്പെടും. ഇതാണ് ഭക്തി എന്ന് നാരദന്റെ അഭിപ്രായം. എന്തായാലും ഭഗവാനെ വിസ്മരിക്കാൻ ഇടവന്നാൽ നെഞ്ചു നീറും എന്ന് പറയണം. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ, സ്വന്തം സ്വരൂപമായ ഭഗവാനെ പിന്തുടരുന്നതാണ്. ആ അനുസന്ധാനം എങ്ങനെ വേണമെങ്കിൽ ആകാം എന്നാണ്. ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് ഭഗവാനെ വിസ്മരിക്കാതെ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ തന്നെ വീണയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന നാരദൻ ഭക്തിസൂത്രത്തിന്റെ ഉപജ്ഞാതാവാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപന്മാരെല്ലാവരോട് ഒത്ത് കാട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ ആ ഗോപികമാരുടെ
ഒരു നിമിഷം പോലും യുഗായ തുടികി യുഗായതേ എന്നാണ് പറഞ്ഞത്. ആ അന്യകാനനേ തുടിയുഗായതേ ത്വാമപശ്യത്. ഭഗവാനെ കാണാതെ അവർക്കൊരു നിമിഷം യുഗം കഴിഞ്ഞതുപോലെ തോന്നുമത്രേ. സ്ഥായിയായ ഈശ്വര ചിന്തയാണ് അതിനാവശ്യം. രാസക്രീഡാ മധ്യത്തിൽ ഭഗവാൻ പെട്ടെന്ന് അന്തർദാനം ചെയ്തപ്പോൾ ആ കൃഷ്ണപ്രിയരായ ഗോപികകൾ എത്ര കഷ്ടപ്പെട്ടു, എത്ര സങ്കടപ്പെട്ടു. അങ്ങനെ നിരന്തരവും എപ്പോഴും ഭഗവാനെ അനുസന്ധാനം ചെയ്യുന്നതുമായ ആ ഈശ്വര ചിന്തയാണ് ഭക്തി. അപ്പൊ ചോദിക്കാണ് ഭക്തി ലക്ഷണത്തിലെ അനന്യാസിദ്ധയം തോന്നാം. അനന്യം, വേറൊന്നും ആലോചിക്കാതെ എന്നെ നോക്കുക. നാന്യം, വേറൊന്നും ഏകാഗ്രചിന്ത എന്നൊക്കെ പറയുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ഹിരണ്യകശിപു, രാവണ, ശിശുപാലനൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും അവർക്കൊക്കെ ഭഗവാൻ മുക്തി കൊടുത്തു. പക്ഷേ അവർ ഈശ്വരനെ ശത്രുഭാവത്തിലും അന്ധകഭാവത്തിലും ചിന്തിച്ചു. ഈശ്വരചിന്തയുടെ ഫലമായിട്ട് എങ്ങനെയോ ഈശ്വരനെ ചിന്തിച്ചുല്ലോ. അവർക്ക് ഭഗവാൻ മുക്തി എന്നുള്ള സാമ്രാജ്യത്തിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഭഗവാന്റെ കൈകൊണ്ട് മരണമുണ്ടായി. അങ്ങനെ പ്രഹ്ലാദൻ, വൃന്ദാവനത്തിലെ ഗോപികമാര് ഇവരൊക്കെ പ്രേമഭക്തിയുള്ളവരായിരുന്നു. അവരെ മനസ്സിനെയും വാക്കിനെയും സർവചെയ്തികളെയും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചവരായിരുന്നു. സ്വയം നടന്ന് ഭഗവാന്റെ ഭാവത്തിൽ കഴിയുന്നവരാണ് അവർ. സ്മൃത്വാ സ്മൃത്വാ പശുപശുദൃശഃ പ്രേമഭാരപ്രണുന്നാഃ കാരുണ്യേന ത്വമവിവശഃ പ്രാഹിണോദുദ്ധവന്തം. ഓർത്തോർത്ത് ആ ഗോപികമാരെ എന്നെ ഓർത്ത് വിഷമിക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവനെ പറഞ്ഞയച്ചു. കിഞ്ചാമുഷ്മൈ പരമസ്മൃതേ ഭക്തിവര്യായതാസാന്തദ്രേകം. ആ ഗോപികമാരുടെ ഭക്തി എത്രത്തോളം ഉണ്ടെന്ന് ഉദ്ധവൻ കണ്ട് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ഭഗവാൻ ഉദ്ധവനെ പറഞ്ഞയച്ചത്. എപ്പോഴും ഭഗവത് ജാനം ചെയ്തുകൊണ്ട് ഭഗവത് സ്മൃതി ചെയ്തുകൊണ്ടാണ് അവരുടെ രാവ് തന്നെ തുടങ്ങുന്നത്. എന്ത് ചെയ്യുമ്പോഴും, അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ശ്ലോകം തന്നെ, പാലും മോരും തൈരും വിറ്റ് കഴിയുന്നതായ ഗോപികമാർ അത് വിൽക്കാനായിട്ട് പുറപ്പെട്ട് തലയില് വെണ്ണയും പാലും ഒക്കെയാണ്. പോകുന്ന സമയത്തിൽ വരുന്ന ആ സമയത്ത് ഗോവിന്ദനെ വിൽക്കാറുണ്ട്, മാധവനെ വിൽക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് സ്ഥലകാല പോലുമില്ല, അവരപ്പോഴും നാമോച്ചാരം. അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ മുഴുവൻ വിൽക്കാതിരുന്നില്ല, ഇരട്ടിപ്പ് വിൽക്കാനാണ് ഉണ്ടായത് അല്ലേ. അതുപോലെ തന്നെ എപ്പോഴും ഉലൂഖലേ സംഭൃത കണ്ടുലാംശ സംഘട്ടയോ മുസലൈ പ്രബുദ്ധാഃ ഗായന്തി ഗോപ്യോ ജനിതാനുരാഗാഃ ഗോവിന്ദ ദാമോദര മാധവേതി. അന്നത്തെ പോലെയല്ലോ നെല്ല് കുത്തി അരിയായിട്ട് ചോറില്ല. രാവിലെ ഇട്ടിട്ട് അവർ ഉരല് നെല്ലിടും. ഒരു ഗോപി ഇങ്ങനെ കുത്തുമ്പോൾ ഒരു ഗോപി വേറെ കുത്തും. അപ്പൊ ഗായന്തി ഗോപിയോ അവരെന്നെ പാടുക ജനിതാനുരാഗ, കൃഷ്ണനെ ഓർത്തിട്ടേ ഗോവിന്ദ ദാമോദര മാധവി. അങ്ങനെ കുറച്ചു നേരം പാടുമ്പോഴേക്കും ക്ലീൻ അവരുടെ നെല്ല് കുത്തി കഴിഞ്ഞു. അങ്ങനെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മുരാരി മാതാർപ്പിത ചിത്തവൃത്തികളായിരുന്നു അവര്. അങ്ങനെ അവർക്ക് വളരെ ശ്രദ്ധയാണ്. ശ്രീകൃഷ്ണ ലീലകളെ അനുകരിച്ചുകൊണ്ട് ഗോപികമാര് ചെയ്തതായ കഥയ്ക്കറിയാം അല്ലേ. ഒത്തികൃഷ്ണായ ഭൂതനായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർണ്ണിച്ചു. അതുകൊണ്ട് തന്നെ ഉദ്ധവർ അവസാനം പറഞ്ഞു, വന്ദേ നന്ദശ്രീണം പാദരേണുമഭീഷ്മശഃ യാസാം ഹരികഥോ ഗീതം പുനാദിഗുണത്രയം. അവരെ ഓർത്താൽ മതി നമുക്ക് പരിശുദ്ധിയാണെന്ന് പറഞ്ഞു. ഭഗവാനായ ഭക്തപ്രിയോ മാധവ. ഭക്തപ്രിയോ മാധവ, മാധവൻ തന്നെ മഹാദേവനും ഭക്തപ്രിയനാണ്. ഒരു ശ്ലോകം ഞാൻ പറഞ്ഞിട്ടേ വിടുള്ളൂ. പറയണ വ്യാധസ്യാചരണം. വ്യാധൻ കണ്ണപ്പ നായനാർ ഒരു വേടനാണ്. ആ വേടൻ ദൂരെ നിന്ന് പൂജാകാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിപ്രവര്യൻ ഒരു ആൽത്ത ചുവട്ടിലുള്ളതായ ശിവലിംഗത്തെ ഭംഗിയായിട്ട് പൂജിച്ചിട്ട് പോയി. ഇത് കണ്ട കണ്ണപ്പ നായർക്ക് പൂജ ചെയ്യണമെന്ന് തോന്നി.
ഉടനെ കണ്ടു, അഭിഷേകം ചെയ്തത് കണ്ടു, എന്തൊക്കെയോ കൊണ്ടിങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്നത് കണ്ടു, എന്നിട്ട് നിവേദിക്കുന്നത് കണ്ടു. താനും ചെയ്യാൻ പോകണമെന്ന് തീരുമാനിച്ചത്രേ. ആ തീരുമാനിച്ചതായ അവ എന്ത് ചെയ്തു എന്നറിയോ? പറയണം. പശുപതേഹ അംഗസ്യ മൂർച്ഛായതേ ഗണ്ഡൂഷാംബുനിഷേചനം പുരരിവോ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബലം നവ്യോപഹാരായതേ ഭക്തിക്കിന്നകരോത്യഹോ വനചരോ ഭക്താവദംസായതേ. ശങ്കരാചാര്യൻ പറയണം, ആ കാട്ടാളനുണ്ടല്ലോ ഭക്താവദംസം, ഭക്തന്മാരിൽ ശിരോമണി. അയാൾ എന്താ ചെയ്തത്ര? അയാൾക്ക് നടക്കാൻ, കാട്ടിൽ നടക്കാൻ മരം കൊണ്ട് ചപ്പലൊക്കെ ഉണ്ടാക്കി അതിട്ടിട്ടാണ് നടക്കുക. ഏത് കല്ലിലും ഉള്ളിലും നടന്നാലൊന്നുമില്ല. അങ്ങനെ മാർഗാവർത്തിതമാകുക, എത്രയോ പ്രാവശ്യം ഇവിടെ നടന്ന ചെരുപ്പാണ്. അതെടുത്തു ആ ശിവന്റെ മുകളിൽ ഒരു കിരീടം പോലെ വെച്ചു. അടുത്തത് എന്ത് ചെയ്തു? പശുപതേ അംഗസ്യ കുർച്ചായതേ, അദ്ദേഹത്തെ ഗർഭത്തിലോട്ട വെച്ചിരുന്നു. ഇയാളെ എടുത്ത് ചെരുപ്പാ വെച്ചത്. നിഘണ്ടുഷാംബുനിഷേചനം, അദ്ദേഹം കുടുക്കയിൽ വെള്ളം കൊണ്ടുവന്ന പൊഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇയാളെ കുടുക്കയില്ല, ഒന്നുമില്ല. ആ നദിയിൽ പോയി വായി നിറച്ച് വെള്ളം കൊടുക്കുന്നു. എന്നിട്ട് അങ്ങനെ കുപ്പി ഗണ്ഡൂഷാംബു, തുപ്പുന്ന വെള്ളമാണ് അഭിഷേകായതി. അഭിഷേകമാണ് തീരുമാനിച്ചു. കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബലം, കുറച്ച് താനും തിന്ന് ബാക്കി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ മാംസം, പച്ച മാംസം, അതെടുത്തു കൊണ്ടുവന്ന് നവ്യോപഹാരായതേ, പുതിയതായി നിവേദിച്ച നിവേദ്യം എന്ന പോലെ ഇവിടെ നിവേദിച്ചു. ഇതൊക്കെ ചെയ്തില്ലേ അയാളെ ഭഗവാൻ ക്ഷമിച്ചുവോ? ആ പരമശിവൻ കേട്ടില്ലേ നമ്മൾ പറയണത്? ഭക്തിക്കിന്നകരോത്യഹോ, ഭക്തി എന്ത് തന്നെ ചെയ്യില്ല. വനചരോ ഭക്താവദംസായതേ, ആ കാട്ടുവാസി വലിയൊരു ഭക്തനായി മാറി. അപ്പൊ വ്യാധസ്യാചരണം, ഒരു വേടന്റെ പ്രവൃത്തി ഭഗവാനും അടുപ്പുണ്ടാക്കിയില്ല. അടുത്തത് പറയണ ധ്രുവസ്യ വയസ്സുണ്ടോ അതിനെന്ന് വെച്ചു. ധ്രുവൻ 5 വയസ്സല്ലേ? 5 വയസ്സായ കുട്ടി കാണിച്ചതൊക്കെ ഭഗവാൻ തൃപ്തിപ്പെട്ടില്ലേ? വയസ്സുകൊണ്ട് പ്രശ്നമല്ല. വിദ്യാഗജേന്ദ്രസ്യ, പിന്നെന്താ നമ്മളെ പോലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേദമധ്യയനം ചെയ്തിട്ടുണ്ടോ? ആന എന്ത് പഠിച്ചിട്ടാ? ആ ഗജേന്ദ്രനെ ഭഗവാനോട് രക്ഷിച്ചില്ലേ? വംശക്കോ വിദുരസ്യ, വിദുരന് വംശമാഹാത്മ്യമുണ്ടോ? ധൃതരാഷ്ട്രമാരൊക്കെ കുരുവംശത്തിലെ പ്രതാപികളാന്ന് പറയുമ്പോ ശുദ്രപുത്ര ശുദ്രപുത്ര എന്നല്ലേ വിളിക്കുന്നത്. അങ്ങനെ വിദുരനുണ്ടോ? കുലമഹിമ. ഇനി ഉഗ്രസ്യനും യാദവപതിയായ ഉഗ്രസേനന് വല്ല പൗരുഷമുണ്ടോ? പൗരുഷം ഉണ്ടായിരുന്നെങ്കിൽ ആ കംസം തിരിച്ച് ജയിലിലടയ്ക്കുന്ന പുത്രനെ 2 പഴമടച്ച് പുറത്തേക്ക് വരില്ലേ? പാവത്താൻ ജയിലിലടച്ചപ്പോ ജയിലിൽ കിടന്നു. അപ്പൊ ഒരു പൗരുഷമില്ലാത്ത ഉഗ്രസേനൻ. കുബ്ജായ നാമരൂപം, ആ കുബ്ജയ്ക്ക് 3 ത്രിവിക്രയ, 3 വളവ. കണ്ടാവല സൗന്ദര്യമുണ്ടോ? കിം രൂപം, സൗന്ദര്യമുണ്ടോ? ഇല്ല. അധികം കിന്തത്സുധാമോധനം, സഖാവാണെന്ന് പറയേണ്ടവണ്ണം എന്ത് മര്യാദ കൊടുക്കണോ? സുധാമാണ് കീറം ഡ്രസ് കൊടുക്കുകയാണല്ലേ, കുചേലനായിട്ട് കെട്ടിപ്പിടിച്ചിട്ടേ കൊടുക്കണം. ഭഗവാൻ അരകാധീശൻ ലക്ഷ്മീപതി ശ്രീയപ്പതി, ശ്രീയപ്പതിയായ അരകാധീശൻ ആ സുധാമാവിനെ കെട്ടിപ്പിടിച്ചില്ലേ? ഭക്തിയാതുഷ്യതി കേവലം തുണൈഹി, ഭക്തി കൊണ്ട്, ആ ഭക്തി ഗുണം കൊണ്ടാണ് ഭഗവാൻ സംരക്ഷിക്കുക. ഭക്തപ്രിയോ, ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. ആ ഭക്തിയോടുകൂടി നമ്മൾ എന്ത് കൈകാര്യം ചെയ്താലും ഭഗവാൻ അത് സന്തോഷമായിട്ട് സ്വീകരിക്കും എന്ന്. നീ സൂതന്റെ അടുത്ത് ചോദിക്കണ, ഈ കലിയുഗത്തിൽ ധർമ്മം ആരെ ആശ്രയം ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എല്ലാവരും കൂടി. അപ്പൊ കലിയിൽ ധർമ്മം ഭഗവത് നാമ സങ്കീർത്തനത്തിൽ ആശ്രയിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. കലിയുഗത്തിലെ ഭഗവത് നാമ സങ്കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്താ ഭഗവത് നാമ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത? അയസ്കാന്തോബലം, അയസ്സുണ്ടല്ലോ ഇരുമ്പ്, അത് കാന്തത്തിന്റെ അടുത്തേക്ക് ആകർഷിച്ചു വരും. അതുപോലെ ഭഗവത് നാമം പറയുന്നിടത്തേക്ക് യോഗക്ഷേമങ്ങൾ ആവശ്യമായിട്ട് വരും. എല്ലാ യോഗക്ഷേമങ്ങളും തന്നെ ഒന്നുള്ളൂ, നമ്മളൊന്നും ചോദിക്കണ്ട. ഭഗവത് നാമം ഉച്ചരിച്ചാൽ മാത്രം മതിയെന്ന്. മധുര മധുരമേത്
മംഗളം മംഗളാനം സകലവികമാലി സഫലം ചിത്സ്വരൂപം സകൃതവിപരിഗീതം ശ്രദ്ധയാ ഹേലയാവ ഭൃഗുവരനരമാത്രം ധാരയേത് കൃഷ്ണ. ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിൽ നേടിക്കൊടുക്കും എന്ന്. ആ ഭഗവത് നാമത്തിന്റെ മഹിമയെ, അത് ലോകോത്തരമാണ്, ശ്രേഷ്ഠമാണ്. അതിനെ വർണ്ണിക്കാൻ, അതിൻ്റെ മഹിമയെ അളവിടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നാമം കൊണ്ട് അനുഭവപ്പെടുന്ന ആനന്ദം, അതിശയഫലങ്ങൾ എത്ര പേരനുഭവിച്ചു? അത് ചെറിയൊരു കഥ പറയും. പണ്ട് ഒരു തുക്രി എന്ന് പറഞ്ഞു, തുക്രി തുക്രി എന്ന് വിളിച്ചതാണോ? തുക്രി എന്നല്ല പേര്, നല്ല പേരായി, മീനാക്ഷി എന്ന് പേരായി. അന്നൊക്കെ പണ്ടൊക്കെ ബാലവിവാഹം, കുട്ടിക്ക് 6 വയസ്സായപ്പോഴേക്കും കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ച ആൾക്ക് 30-35 വയസ്സ്. ഈ കുട്ടിക്ക് 8 വയസ്സാകുമ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ച വിധവാന്ന് വളരെ പീഡനമാണ്. ഇവളെ പുറത്തേക്കേ വിടില്ല, തുക്രി തുക്രി എന്ന് വിളിക്കും. ഇവൾ നാശത്തിനാണെന്നുള്ള അർത്ഥം. ആ തുക്രി ഭാവം വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടന്നു. പക്ഷേ ഈശ്വരനെ കൂട്ടുപിടിക്കാൻ ആരും വേണ്ടല്ലോ. അവൾ രാമനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അച്ഛനും അമ്മയും ഉള്ളിടത്ത് മുളകും നമുക്ക് കഞ്ഞിയും മറ്റൊക്കെ കിട്ടി. അച്ഛനും അമ്മയും മരിച്ചുപോയി. അങ്ങനെ തുക്രി ആർക്കും വേണ്ടാതെ ഗ്രാമത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ആ തുക്രി എന്ത് ചെയ്യും? രാമനാമം പറഞ്ഞ് മനസ്സിനൊരു ശുദ്ധതയും ഒരു ദൃഢതയൊക്കെ വന്നു. അവൾ അടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് രാമനാമം പറഞ്ഞു കൊടുക്കും, ഭജനപ്പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കരിക്കട്ട, കയ്യിൽ കരിക്കട്ട എടുത്താൽ ചടങ്ങിൽ രാമ 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 എഴുതും. മുറി മുഴുവൻ ഇങ്ങനെ നിറച്ചൊഴുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പഠിക്കാൻ വരുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം കരഞ്ഞോണ്ട് വന്നു. എന്താ മോളെ, എന്താ പറ്റിയത്? എന്താണെന്നറിയില്ല, അച്ഛന് ആകെ അസുഖം. അച്ഛൻ്റെ മുമ്പിലിരുന്ന് അമ്മ കരയുക. എനിക്ക് നാമം ചെല്ലാൻ തോന്നുന്നില്ല പാട്ടി എന്നാണ് പറഞ്ഞത്. തുക്രി പാട്ടി എന്നാണ് വിളിക്കല. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൽ ഈ നാമത്തിൽ 100 നാമം നിന്റെ അച്ഛന് വേണ്ടി തരാം. നാളെ രാവിലെ ആവുമ്പോഴേക്കും നിന്റെ അച്ഛൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. എന്ത് പറയണം? അടുത്ത ദിവസം രാവിലെ ആവുമ്പോഴേക്കും ആരോഗ്യത്തിൻ്റെ എഴുന്നേറ്റു. കുട്ടിക്ക് സന്തോഷം. നാട്ടിൽ ഇത് പാട്ടായി. നാട്ടിൽ പാട്ടായപ്പോഴാണ് ഒരാളുടെ വൈശിഷ്ട്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുമല്ലോ. ഓരോരുത്തരും തുക്രിപ്പാട്ടിയുടെ അടുത്ത് വന്നിട്ട് ഓരോ ആവശ്യങ്ങൾ പറയും, നാമങ്ങൾ തിരിച്ചു വന്നു. അത് അപ്പം മാച്ചു കളഞ്ഞ് വീണ്ടും എഴുതുകയും. കുറേ കഴിഞ്ഞപ്പോഴെന്തായെന്നറിയോ? വീട്ടിൽ ഏത് ചടങ്ങുണ്ടെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും തുക്രി മുമ്പിൽ വന്ന് നിൽക്കണം എന്നുള്ള പാട്ടില്. ഏതൊരു തുക്രിയെ എല്ലാവരും നിസ്സാരമാക്കി പറഞ്ഞുവോ ആ തുക്രി ഏറ്റവും ടോപ്പിലെത്തി. വിവാഹത്തിന് നിങ്ങൾ തിരുമംഗല്യം എടുത്ത് കൊടുത്താലേ എൻ്റെ മോളുടെ കല്യാണം ഉള്ളൂ എന്ന് വരെ പറയാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴേ ആ നാമത്തിൻ്റെ മഹിമ അത്രത്തോളമാണ്. നമ്മളെ മാത്രമല്ല, കേൾക്കുന്നവരെയും ചുറ്റുപാടുള്ളവരെയും മുഴുവൻ പരിശുദ്ധമാക്കാൻ കഴിയുന്നതാണ് നാമം. അതുകൊണ്ട് ഇത് ഹൃദയാധ്യായതോ വിഷ്ണു ത്രേതായം യജതോ യടഹ ദ്വാപരേ പരിചര്യായം കലവോ സങ്കീർത്തനാത്. കലിയുഗത്തിൽ നാമകീർത്തനം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലക്ഷ്യം ഒന്നാണ്. അതുകൊണ്ടാണ് കലിയെ നശിപ്പിക്കാതെ ആ പരീക്ഷയ്ക്ക് നിർത്തിയത് എന്നാണ്. അപ്പൊ പറയണം, ആത്മസാക്ഷാത്കാരത്തിനുള്ളതായ വഴികൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഭഗവത് അനുഗ്രഹം ഉണ്ടാകാൻ നമുക്ക് നാമം ചൊല്ലിയാൽ മതി. ഭഗവത് അനുഗ്രഹം ഉണ്ടായാൽ ഏത് വഴിയും തുറന്നു കിട്ടും എന്നുള്ളതാണ്. ഭഗവത് പാതാരവിന്ദത്തിന് ഫുള്ളായിട്ട് ഇവിടെ ശരണാഗതി ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കും. ഒരാളിങ്ങനെ ഓടി വരിക എന്നുള്ള പറയുന്നത് അലച്ചു വരിക. അലച്ചു വരുമ്പോൾ മറ്റൊരു വ്യക്തി, അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം പിടിച്ചു നോക്കി, എന്ത് പറ്റി കണ്ണെത്തുന്ന തരം ദൂത നോക്കി ഒരു വല്ല നായയോ പൂച്ചയോ എപ്പോഴൊക്കെ എലി പുലിയൊക്കെ വരുന്നല്ലോ, പുലിയോ വല്ല പിന്തുടരുണ്ടോ എന്ന് നോക്കി ആരെ കാണാനില്ല. അപ്പം എൻ്റെ കണ്ണിൽ ആരെയും കാണാനല്ലോ, നീ ആരെ പേടിച്ചിട്ട് എങ്ങനെ അലച്ചു വരേണ്ടതെന്ന് ചോദിച്ചു. നോക്കൂ എൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ പിന്നിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. പറഞ്ഞു എൻ്റെ പിന്നിൽ എൻ്റെ നിഴലുണ്ട്. എൻ്റെ നിഴൽ എന്നെ പിന്തുടർന്ന് വരിക. ഞാൻ ഒറ്റുമുക്കാലും ഈ നിഴലില്ലാതാകാൻ ശ്രമിച്ചു നോക്കി, ഫോണില്ലാതെ. നീ എന്തൊക്കെയാണ് ശ്രമിച്ചത് എന്ന് ആ വൃദ്ധൻ ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു കുഴി തോണ്ടിയപ്പോൾ കുഴിയുടെ ഉള്ളിൽ എൻ്റെ നിഴലിനെ കണ്ടു. അപ്പോൾ ഞാൻ കുറേ മണ്ണിട്ട് മൂടി.
മണ്ണിട്ട് കൂടിയപ്പോഴത്തെ മണ്ണിൻ്റെ മീതെ നഴൽ. അപ്പോഴും എന്നെ നഴൽ വിടുന്നില്ല. ശരി, ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ നഴല്. അങ്ങോട്ട് പോയേക്കാൻ വന്ന് തിരിച്ച് വൈകുന്നേരം അങ്ങോട്ട് ഓടിയപ്പോഴും നിഴൽ എന്നെ പിന്തുടരുന്നു. ഇതിന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? എനിക്കത് പേടിയായിട്ടില്ല. അത് നിന്നെ നിഴലാണ്, പറഞ്ഞിട്ട് കാര്യമായിട്ട് പേടിയാവും. അപ്പം അതേ പറഞ്ഞ ഒരു കാര്യമില്ല, ഇവിടെ നിന്ന് കിടക്ക് നോക്കട്ടെ എന്ന്. അയാൾ നേരെ നേരെ നിന്ന് കിടന്നു. അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കാൻ പറഞ്ഞു, എവിടെയും നിഴലില്ല. ഇപ്പം നിഴലുണ്ടോ? നിഴലില്ലല്ലോ. ഇതുപോലെ ഭഗവാനെ അങ്ങോട്ട് ശരണം പ്രാപിച്ചാൽ ഈ ലൗകികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഈ സംസാര സാഗരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ പിന്തുടരില്ല. അതുവരെ നമ്മളെ ഇത് വേട്ടയാടുകൾ തന്നെ ചെയ്യും. ഭഗവാനോട് ശരണാഗതിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നിഴലിൻ്റെ കഥയിലൂടെ ആ വൃദ്ധൻ അവന് പറഞ്ഞു കൊടുത്തു. നാമചിന്താമണി കൃഷ്ണ, നാമമാകുന്ന ചിന്താരത്നം. അതെന്താണ്? ചൈതന്യരസവിഗ്രഹ. അതിൽ നിന്നിങ്ങനെ ചൈതന്യം ഒഴുകിക്കൊണ്ടിരിക്കും. നിത്യശ്രദ്ധ പൂർണ്ണമുക്ത അഭിന്നത്വാത്. അപ്പൊ ഇത് നിത്യമാണ്, ശുദ്ധമാണ്. അത് അഭിന്നമാണ്. എന്തിൽ നിന്നും? നാമത്തിൽ നിന്നും. നാമത്തിൽ നിന്നും അഭിന്നമാണ്. നാമം തന്നെയാണ് കൃഷ്ണൻ, നാമം തന്നെയാണ് ഭാഗവതം, നാമം തന്നെയാണ് രത്നം, നാമം തന്നെയാണ് രസവിഗ്രഹം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഏതായാലും എല്ലാ നാമങ്ങളും ഇന്ദ്രിയങ്ങളാൽ സേവിക്കപ്പെടണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 8 വിധ ഭക്തികളെ കുറിച്ച് പറഞ്ഞു തന്നു. ആ 8 വിധ ഭക്തികളിൽ എല്ലാ തരത്തിലുള്ളവരുമുണ്ട്. മഹാഭാരതം, ഭാഗവതം, ഹരിവംശം, ശിവപുരാണം, അങ്ങനെ എന്തിനൊക്കെയാണ് വേദസാരമാണ് ലക്ഷ്യം. ഭക്തിയുടെയും ഭഗവത് ലീലകളുടെയും മേന്മ പറയുന്ന കഥകളാണ് ഇവയൊക്കെ. ശിവപുരാണത്തിൽ ശിവന്റെ മഹിമയെ പറയുന്നു, ദേവി ഭാഗവതത്തിൽ ദേവിയുടെ മഹിമ പറയുന്നു, ഭാഗവതത്തിൽ കൃഷ്ണചരിതം പറയുന്നു. എപ്പോഴാണ് ഇവരൊക്കെ അവതരിക്കുന്നത്? യഥാ അധർമ്മമാവതി തഥാ അവതീര്യ. അപ്പൊ ധർമ്മം സ്ഥാപയതി. എപ്പോഴൊക്കെ അധർമ്മം ഉണ്ടാകുന്നു അപ്പൊ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ ഓരോ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആത്മാരാമാശ്ചമുനയ നിർഗ്രന്ഥാവപ്യുരുക്രമേ കുർവന്യഹൈതുകീം ഭക്തിം ഇത്തം ദൂതം മോഹരി. ഭഗവാന്റെ ഗുണം ഇതാണെന്ന് പറഞ്ഞു. ജ്ഞാനം വിശുദ്ധം പരമാത്മമേകം എന്ന് പറഞ്ഞു. ജ്ഞാനമാണ് ഭഗവത് സ്വരൂപമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഭഗവാനെ തന്നെ ധ്യാനിക്കണമെന്ന്. ഭഗവത് ഭക്തി വേണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഭക്തിക്ക് അധികാരമുണ്ട്. എനിക്ക് ഭക്തി പറ്റുമോ? ഭക്തി എല്ലാവർക്കും പറ്റും. ഭഗവതിൻ്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവനൊക്കെ ഭക്തി ഉണ്ടാകും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ പറയണ എൻ്റെ മനസ്സിൽ കാമം, ക്രോധം, ലോകം, മോഹം, മതം, ആശ്ചര്യം ഉണ്ടല്ലോ, അതൊന്നും പോണില്ലല്ലോ. ഒരു കാര്യത്തിലെ അതിനെ ഈശ്വരനിലേക്ക് സമർപ്പിക്കാം. അതെങ്ങനെയാ പറ്റുക? കൃഷ്ണപ്രേമത്തിന് വേണ്ടി കാമം. എനിക്കൊരു ആശയുണ്ട്, കൃഷ്ണപ്രേമം കിട്ടണം. കൃഷ്ണപ്രേമം എനിക്ക് കിട്ടണം. അതിനാശ്രയിച്ചോളൂ. അപ്പൊ കാമം തെറ്റാവുമോ? തെറ്റാവില്ല. ഭക്തിയോട് വിരോധം പറയുന്നവരോട് വൈരം വെച്ചോളൂ, ശത്രുത വെച്ചോളൂ. ക്രോധം എനിക്ക് അവനെ കണ്ടാൽ പിടിക്കില്ല, അവനെ ഇഷ്ടമില്ല ഈശ്വരനെ, എനിക്ക് അവനെ ഇഷ്ടമല്ല. ഭക്തി വിരോധികളോട് വൈരം വയ്ക്കാം. ഇനി പറയണം, ഭക്ത സംസർഗത്തിന് വേണ്ടി കൊതിക്കുക. ലോകം, ആ ലോകം എന്തിനാണ്? ഭക്തന്മാരുമായിട്ട് കുറച്ച് നേരത്തിലേക്ക് കൂടാൻ പറ്റിയാൽ എന്തൊരു സുഖമായിരിക്കും. അതിനു വേണ്ടി അത്യാഗ്രഹം കൊള്ളുക. ഭഗവത് ലാഭം കിട്ടിയില്ല എങ്കിൽ മോഹിച്ചുള്ള മോഹം. ഭക്തനാണ് എന്നുള്ളതിൽ ഞാൻ നല്ല ഭക്തനാട്ടോ എന്ന് പറയുന്നതിൽ മതം, അഹങ്കരിക്കാം, വിരോധമില്ല. ആ അഹങ്കാരം ഭക്തനാണ് എന്നുള്ളതിലാവണം. ഭഗവത് ഭക്തിയിലും ഭക്തസേവയിലും മത്സരം കുത്തിവെക്കാം. അവനേക്കാളും കൂടുതൽ ഭക്തൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കും. അപ്പൊ കാമം, ക്രോധം, ലോകം, മോഹം, മതം, മത്സരം, യാറിന്റെ ശത്രുക്കൾ, ഇത് മുഴുവൻ ഭഗവാനിലേക്ക് വെക്കൂ. ഭഗവാന്റെ അനുഗ്രഹം നിനക്ക് കിട്ടില്ലേ എന്ന് പറയണം. അപ്പൊ കാമാദികളുടെ പിന്നിലും ഈശ്വരകരങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ആകുമ്പോൾ ഫലവും കർമ്മവും മുഴുവൻ എന്ത് കിട്ടിയാലും അത് ഈശ്വരാർപ്പണമായിട്ട് വെക്കണം. അത് ഈശ്വരവും അഭിമുഖമാക്കി കഴിഞ്ഞാൽ ഭക്തിയായി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പറയുന്ന ശത്രുക്കളെ
മിത്രങ്ങളിലാക്കാൻ മാറ്റാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. എത്ര വലിയവരെയും ഭഗവാൻ തൻ്റെ തസ്മാ ഏന ഏനാഭിപായേന എന്ത് വഴിയിലായാലും ശരി മനഃ കൃഷ്ണേ സമാവേശയേ മനസ്സിനെ കൃഷ്ണനെ സമർപ്പിക്കണം എന്ന്. ഭഗവത് ദാസനാകുന്നതാണ് ആത്മസമർപ്പണം ചെയ്യുന്നത്. ഭഗവാനിൽ നിന്ന് വരമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളൊന്നും ഭക്തരല്ല, ഭൃത്യരല്ല. എന്നാൽ ഇവരിതൊക്കെ കൊടുത്തങ്ങോട്ട് സന്തോഷിപ്പിക്കാൻ പറഞ്ഞാൽ അത് സ്വാമീപൻ. അവിടെ കച്ചവടമാണ്. തൻ്റെ ഇഷ്ടത്തിന് അവനെല്ലാം ചെയ്തു തരുന്നു, അവന് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്നു. അപ്പം അവരെന്തിരുന്നതില് കച്ചവടമല്ലേ നടക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഭൃത്യൻ ഭഗവാനിൽ നിന്നൊന്നും കാണിക്കില്ല. നല്ലൊരു സ്വാമി ആ ഭക്തനെ സമ്മാനങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുകയില്ല എന്ന് പറയാണ് അല്ലേ. അതെന്താണ്? ജ്ഞാനപൂർവരോ സ്നേഹോ നിത്യം ഭക്തിരിഗീയതേ. ആ സർവേശ്വരന്റെ സർവജ്ഞനെ കുറിച്ച് അറിയണം. ഭക്തവാത്സല്യാദി ഗുണങ്ങളെ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ഭക്തനായി തീരും. ആ കൊണ്ട് പറയാണ് അല്ലേ, ആരുടെ മനസ്സാണോ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നത് കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീ ചതേന അപാര സച്ചിത്സുഖസാഗരേസ്മിൻ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേതഃ. സർവ്വടത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തിൽ ആരുടെ മനസ്സ് ലയിച്ചു തീരുന്നുവോ അവൻ്റെ കുലം പരിശുദ്ധമായി, അവൻ്റെ അമ്മ കൃതാർത്ഥയുള്ളവരായി, എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായി. നമ്മൾ സാധാരണ പറയാറുണ്ട് കീർത്തി കുർവന്തി തീർത്ഥാനി സ്വന്തസ്ഥേന ഗതാഗത. ആ ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരെ ഏതെങ്കിലും തീർത്ഥസ്ഥലത്തിൽ ചെന്നാൽ ആ തീർത്ഥസ്ഥലം പരിശുദ്ധമായി തീരും എന്നാണ്. അപ്പം അങ്ങനെയുള്ളതായ സമ്പർക്കമാണ് ജലാശയങ്ങളെ പോലും സമ്പന്നമാക്കുന്നത്. പറഞ്ഞു നക്കമ്മയാനി തീർത്ഥാനി. ഈ ജലങ്ങൾക്കുള്ളതായ തീർത്ഥങ്ങളോ നദേവാശിലാമയാ മണ്ണുകൊണ്ടുള്ള വിഗ്രഹങ്ങളോ തേപുനന്ദിയുകാരേന അത് നമ്മളെ പരിശുദ്ധമാക്കില്ലാന്നില്ല, ആളുകൾ പിടിക്കും. പക്ഷെ ദർശനാദിവസോധവ സജ്ജനങ്ങളെ ഒന്ന് നമുക്ക് കണ്ടാൽ മതി, നമ്മളുടെ പാപങ്ങളൊക്കെ പോയി തീരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എവിടെയാണോ വൃന്ദാവനത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അവിടെ പോകുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ എൻ്റെ പാതാരണ്ഡം വിട്ട് ഞാൻ ഒരു മിനിറ്റ് പോകില്ല എന്നാണ് ഉദ്ധവർ പറഞ്ഞത്. അപ്പോൾ ഉദ്ധവർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഭൂമികുത്തുന്നവനെ പോലെ ഭക്തിസ്വരൂപം ഏകമാണെങ്കിലും പലതരത്തിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെയൊക്കെ അറിയാം എന്ന് ചോദിച്ചാൽ ഉത്തമമായ മഹാത്മ്യഭക്തിക്ക് ഉദാഹരണമാണ് ശ്രീനാരദൻ വ്യാസൻ. സഞ്ചരേ ശുഗനാരദാധിപത് എന്നാണ് പറഞ്ഞ നാരായണഭക്തി. അപ്പോൾ ശുഗൻ നാരദൻ വ്യാസനൊക്കെ ഉത്തമ ഭക്തിക്ക് ഉദാഹരണം. രൂപാസക്തി, ഭഗവാന്റെ രൂപത്തിൽ ആകൃഷ്ടരായി ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പോയ വ്രജഗോപികമാരെ. പൂജാസക്തി, ഭഗവാനെ പൂജിക്കുന്നതിൽ ഒരു തൃപ്തി, അംബരീഷനും പൃഥുവും ഒക്കെ അതാണ്. ദാസ്യാസക്തിയായിട്ട് ഹനുമാൻ മന്ത്രമേവും, സഖ്യാസക്തി ഉദ്ധവനും അർജുനനും ഒക്കെ. വാത്സല്യാസക്തിയായിട്ട് യശോദ, കൗസല്യ, കുറൂരമ്മ ഒക്കെ വാത്സല്യത്തോടെ കുട്ടിയെ നോക്കി. കാന്താസക്തിയായിട്ട് രുക്മിണി, സത്യഭാമ തുടങ്ങിയവരൊക്കെ. ആത്മനിവേദനാസക്തിയായിട്ട് വലിയ വിഭീഷണൻ. തന്മയാസക്തി ശുഭവനാണ്. ആരായി പറയുമോ അതിലേക്ക് ലയിച്ചു ചേർന്ന് പറയും. പരമവിരഹാസക്തി വ്രജഗോപികകൾ. പുഴയിലെ ജലം തോട് വഴി, കുഴൽ വഴി അല്ല, അതുമല്ലെങ്കിൽ ചാലു വഴി, ഏത് വഴിയും കൂടെ പോയാൽ എന്താ ലക്ഷ്യം? സമുദ്രം. നിങ്ങൾ ഏത് വഴിക്ക് വേദാസക്തിയിൽ ഭഗവാന്റെ അടുത്ത് പോയിക്കോളൂ, നിങ്ങളുടെ ലക്ഷ്യം ഭഗവത് സായുജ്യം തന്നെയാണ്, അത് കിട്ടണം. ഈ ഭക്തിമാർഗം പരമ്പര അനുഭവം കൊണ്ടാണ് കിട്ടുന്നത്, അതെല്ലാവർക്കും എളുപ്പമായി കിട്ടുകയില്ല എന്ന്. അപ്പൊ പറഞ്ഞു, നാരദന്റെ അടുത്ത് പറഞ്ഞു വ്യാസഭഗവാൻ, നാരദൻ വ്യാസഭഗവാനോട് പറഞ്ഞു, യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യതി. ഭഗവാനിൽ ഭക്തി ഉണ്ടാവും, അതനുസരിച്ച് ഈ അസൈൻമെന്റ് ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ പറയാണ് ഭക്തി എങ്ങനെയായിരിക്കണമെന്ന് ശിവാനന്ദവേദിയിൽ പറയുന്ന ശ്ലോകം പറഞ്ഞു നോക്കാം. അങ്കോലം നിജബീജസന്തതി അയസ്കാന്തോപലം സൂചിക സാധ്വീനൈജവിഭും ലതാക്ഷിതിരുഭം
സിന്ധു സരിദ്വല്ലഭം പ്രാപ്നോതി യഥാ തഥാ പശുപതേ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേതു തിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യതേ. ഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചു. അങ്കോലം എന്ന് പറഞ്ഞ വൃക്ഷം, ആ അങ്കോല വൃക്ഷത്തിലെ കായ നീയും നിലത്ത് വീണ കായ വീണ്ടും മരത്തിൽ ചെന്ന് പിടിക്കും. അതിനൊരു ഔഷധശക്തിയുണ്ട്. അതിനെ കൊണ്ട് മന്ത്രവാദികളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എന്ത് വെച്ചാൽ ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ കുറേ ഭസ്മം ഇട്ടു. ഏത് കായാണ് ഇവിടെ വന്ന് മുകളിൽ പറ്റി പിടിച്ചതെന്ന് പറയാൻ വേണ്ടി ഭസ്മം ഒട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാലോ. അങ്ങനെ ചെയ്യുന്നവർ. അപ്പം അങ്കോലം നിജസന്ധൻ. അങ്കോലം വിട്ടുപോയാലും അങ്കോല വൃക്ഷത്തിൽ തന്നെ കയറി നിൽക്കുമല്ലോ. അയസ്കാന്തം, ഇരുമ്പ്, കാന്തോപല ശുചി, ആ കാന്തത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നത് പോലെ സാധ്വീനൈരവിഭം, പതിവ്രത തൻ്റെ ഭർത്താവിനോട് എത്ര അട്രാക്ഷൻ ഉണ്ടാകുമോ. ലഡാക്ഷിരൂഹം, എവിടെയെങ്കിലും ഒരു വഴി എന്തെങ്കിലും കിട്ടിയാൽ തേടി പിടിച്ച് വന്ന് നടത്തിച്ചിട്ടുണ്ട്. ലക്ഷിരൂഹം, ഒരു വൃക്ഷത്തിൽ വഴി ചുറ്റി പിടിക്കുന്നത് പോലെ. സിന്ധു സരിദ്വല്ലഭം, ആ സമുദ്രം സരിത്തുക്കൊടുക്കുന്നതല്ല, സിന്ധുച്ച നദി സരിത്തുക്കൊക്കെ മുഴുവൻ വല്ലവനായ ആ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിമറിച്ച് സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നത് പോലെ. പ്രാപ്നോതീഹ യഥാ തഥാ പശുപതേ, ഹേ പശുപതേ പാദാരവിന്ദദ്വയം, ഭഗവാന്റെ പാദാരവിന്ദങ്ങള് ചേതോ വൃത്തിയുവേതു, എൻ്റെ മനസ്സ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഉടക്കട്ടെ. തിഷ്ഠതി സദാ, അതിൽ തന്നെ നിൽക്കട്ടെ. സാ ഭക്തിരുച്യതേ, അതാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഇത് വേണം. ത്വത്പാദാംബുജമർച്ചയാമി പരമം ത്വാം ചിന്തയാമ്യന്മഹം ത്വാമീശം ശരണം വ്രജാമി വചസാ ത്വാമേവ യാചേ വിഭോ വീക്ഷാമേ വിസചക്ഷുഷീം സകരുണാം ദിവ്യൈശ്ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മദീയ മനസഃ സൗഖ്യോപദേശം കുരു. ഞാൻ എൻ്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കാം. അങ്ങേ തന്നെ ഏത് നേരത്തും ചിന്തിക്കാം. അങ്ങ് തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് ഞാൻ ശരണം പ്രാപിക്കാം. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങയെ തന്നെ വീണ്ടും ഞാൻ പ്രാപിക്കാം. അങ്ങയുടെ ഒരു കടക്കണ്ണ് പാർവ എൻ്റെ വീട്ടിലേക്ക് വീട് കഴിഞ്ഞാൽ ദിവ്യേശ്വര ദേവന്മാരതിനു വേണ്ടി കാത്തു കിടക്കുക. ഭഗവാൻ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ളതായ ശംഭോ ലോകഗുരോ, അങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് മതിയ മനസ്സാവ സൗഖ്യോപദേശം വരും. എൻ്റെ മനസ്സിന് സൗഖ്യം ഉണ്ടാക്കി തരാൻ, എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി തരാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ഒരു ഭക്തിയെക്കുറിച്ച് ഒരു ഓട്ടപ്രദർശനം നടത്തി. എന്തായാലും ആ ഭഗവാന്റെ തിരുനാമങ്ങളും ഭഗവാന്റെ നാമങ്ങൾക്കുള്ള മഹിമയും പറയാൻ സാധിച്ചത്, അതും ഈ ജനുവരി 1 പുതിയ വർഷത്തിൽ സാധിച്ചത്, ആ പുതുവർഷ പുലരിയിൽ തന്നെ സാധിച്ചതിൽ വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഉള്ളിലൊരു ഭാവം തന്നെ തോന്നുന്നുണ്ട്. എല്ലാവർക്കും ശ്രീ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ല വാക്കുകളും നന്മയും നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.